അത് തിരിച്ചറിയുന്ന, അതിനായി വിശ്വസിക്കുന്ന ആ ഒരു ദൈവപ്രവൃത്തിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ദൈവമക്കൾ പോലും, ഒരു വ്യക്തി പോലും ഇന്ന് രാത്രി മൗനമായോ അലസമായോ നമ്മുടെ ഈ കൂട്ടായ്മയിലിരിക്കാതെ സ്വീകരിക്കാൻ തക്കവണ്ണം ഒഴിഞ്ഞ പാത്രങ്ങളായി ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിൻ്റെ സന്നിധിയിൽ നിങ്ങളൊന്ന് ഏൽപ്പിച്ചേ പ്രിയപ്പെട്ടവരെ. ഈ പ്രാരംഭ സമയം തന്നെ ഞാനിവിടെ ഇത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ അനുഭവിക്കുന്ന ഒരു വലിയ മഹത്വം, എനിക്കത് എല്ലാ ദിവസവും എക്സ്പീരിയൻസ് ചെയ്യാറില്ല. എനിക്ക് 3 തരത്തിലാണ് ഞാൻ ദൈവസാന്നിധ്യം നിങ്ങളോട് ദൈവവചനം ശുശ്രൂഷിക്കുമ്പോൾ അനുഭവിക്കുന്നത്. ഒന്ന്, ഞാൻ ഈ ലൈവ് ചെയ്യാൻ വരുന്ന ഈ റൂമിനകത്ത് ഞാൻ കയറുമ്പോൾ, മെസ്സേജ് പറയാൻ തുടങ്ങുമ്പോൾ, മൈക്ക് കയ്യിലെടുക്കുമ്പോൾ ആ സമയം മുതൽ ഒരു പ്രസൻസ്. എന്നാൽ അത് എല്ലാ ദിവസവും ഇല്ല, എല്ലാ ദിവസവും ഉണ്ടാകത്തില്ല. 2, മെസ്സേജ് പറഞ്ഞ് അതിൻ്റെ ഇൻട്രൊഡക്ഷനൊക്കെ പറഞ്ഞ് മെസ്സേജിൻ്റെ മെയിൻ കണ്ടന്റിലേക്ക് കയറുമ്പോൾ അതിൻ്റെ എക്സ്പ്ലനേഷൻ വെളിപ്പെടുന്ന സമയത്ത് ഒരു സാന്നിധ്യം ഞാൻ അനുഭവിക്കും. നമ്പർ 3, മെസ്സേജിൻ്റെ കൺക്ലൂഷനിലേക്ക് വരുമ്പം ഞാനൊരു സാന്നിധ്യം അനുഭവിക്കും. പക്ഷെ ഇന്ന് ഞാൻ അനുഭവിക്കുന്നത് ഒരു എക്സ്ട്രാ ഓർഡിനറി പവറാണ്. മൈക്ക് കയ്യിലെടുത്തപ്പോൾ തന്നെ ആ ദൈവ സാന്നിധ്യം ഞാൻ അനുഭവിക്കും. അങ്ങനെ അനുഭവിച്ചിട്ടുള്ള മീറ്റിങ്ങുകളിലെല്ലാം ശക്തവും വ്യക്തവുമായ സാക്ഷ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇന്ന് രാത്രിയിലും ഞാൻ നിങ്ങളെ ഈ സാന്നിധ്യം തരുന്നതൊരു സൈനാണ്. എന്ന് വെച്ചാൽ ഇന്നത്തെ മെസ്സേജിൻ്റെ ടോപ്പ് ബോട്ടം അത് കംപ്ലീറ്റ് ആയിട്ട് ഹോളി സ്പിരിറ്റ് ഏറ്റെടുത്തു കഴിഞ്ഞു. നിങ്ങൾ എത്ര പേർ ആ സാന്നിധ്യം അനുഭവിക്കാൻ ഇന്ന് തയ്യാറാണോ? അവരുടെ ജീവിതത്തിൽ ഇന്ന് രാത്രിയിൽ ഒച്ച വയ്ക്കാതെ, ശബ്ദമുണ്ടാക്കാതെ പരിശുദ്ധാത്മാവിൻ്റെ സ്പർശനം ഇന്നുണ്ടാകും. ഞാനത് ഉറപ്പിച്ച് പറയുന്ന കാര്യമാണ്. ഹല്ലേലൂയ. ഒരു നിമിഷം എല്ലാ കണ്ണുകളും വിശ്വാസത്തോടെ നിങ്ങൾ സാഹചര്യത്തിൻ്റെ മുമ്പിലും ദൈവത്തിൻ്റെ മുമ്പിലും വിഷമങ്ങളുടെ മുമ്പിലും നൊമ്പരങ്ങളുടെ മുമ്പിലും ഏകാന്തതയുടെ മുമ്പിലും അടച്ചാട്ടെ എല്ലാ കണ്ണുകളും. പരിശുദ്ധാത്മാവേ, അങ്ങിവിടെ ഉണ്ടെന്ന് ഞാൻ അറിയുന്നു. അത് ഈ ജനവും അറിയേണ്ടതിന് കർത്താവേ, ഇവരുടെ മേലൊരു വലിയ ശക്തി ഇന്ന് രാത്രി പകരണമേ. ഒരു ഭയങ്കര ശക്തിയും വചനത്തിൻ്റെ മർമ്മവും ഇന്ന് ഞങ്ങളുടെ ഈ മീറ്റിങ്ങിൽ കർത്താവ് തുറന്നു തരണം. ഞങ്ങൾ ആ ശക്തിക്കകത്ത് നിറയാൻ, ഞങ്ങൾ ആ വീര്യ ബലം ഒന്ന് അനുഭവിക്കാം, ഞങ്ങൾ ആ മധ്യസ്ഥൻ്റെ ശക്തിയും ശബ്ദവും ഒന്ന് അനുഭവിക്കാം. കർത്താവേ, ഞങ്ങൾക്ക് ഇന്ന് ദൈവം കൃപ തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സൂമിലും യൂട്യൂബിലുമായി ജോയിൻ ആയിരിക്കുന്ന ഓരോ ദൈവമക്കളെയും ഞങ്ങൾ ഇന്ന് ദൈവകരങ്ങളിൽ സമർപ്പിക്കുകയാണ്. ഈ മീറ്റിങ്ങിലേക്ക് കണക്റ്റ് ആകാൻ ആഗ്രഹിക്കുന്ന ഓരോ ദൈവമക്കളെയും വേഗത്തിൽ തന്നെ പരിശുദ്ധാത്മാവെ അവിടുന്ന് കൂട്ടിവരുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ പ്രവൃത്തിയും മഹത്വവും വീര്യവും ഇന്ന് എല്ലാ ജനവും അറിയട്ടെ. ഞങ്ങളെ 2 പ്ലാറ്റ്ഫോമും ദൈവകരങ്ങളിൽ തരുന്നു. ഈ 2 പ്ലാറ്റ്ഫോമിനെയും കർത്താവ് മുദ്രയിടണം. ഇപ്പോൾ തന്നെ ദൈവശക്തി കൊണ്ടും ആത്മാവ് കൊണ്ടും യേശു കർത്താവിൻ്റെ രക്തം കൊണ്ടും മുദ്രയിടണം. വചനം വെളിപ്പെടാൻ തടസ്സമായി നിൽക്കുന്ന സകല തടസ്സങ്ങളെയും, ഇരുളിൻ്റെ കർത്തൃത്വങ്ങളെയും, വാഴ്ചകളെയും, അതിൻ്റെ അധികാരങ്ങളെയും, അതിൻ്റെ നിരൂപണങ്ങളെയും പദ്ധതികളെയും യേശു ക്രിസ്തുവിൻ അധികാരമുള്ള നാമത്തിൽ ബ്രേക്ക് ചെയ്ത് മാറ്റുകയാണ്. വചനം വെളിപ്പെടട്ടെ, മർമ്മം വെളിപ്പെടട്ടെ, ശക്തി വെളിപ്പെടട്ടെ, വിടുതൽ വെളിപ്പെടട്ടെ, ദൈവശക്തി വ്യാപരിക്കട്ടെ. ഇപ്പോൾ 5 വൻകരകളിലും 4 ദിക്കുകളിലും ദൈവത്തിൻ്റെ സാന്നിധ്യം തീ പോലെ വ്യാപരിച്ചു തുടങ്ങട്ടെ എന്ന് ഞാൻ ആത്മാവിൽ പ്രഖ്യാപിക്കുകയാണ്.
കർത്താവെ, അങ്ങ് അത് ചെയ്തിരിക്കുകയാൽ നന്ദി. എല്ലാ മഹത്വവും അങ്ങേക്ക്. അതിന് യേശുവിൻ നാമത്താൽ തന്നെ ആമേൻ. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായി കർത്താവിനെ ഏൽപ്പിച്ചേക്കുന്നത് എബ്രായർക്ക് എഴുതിയ ലേഖനമാണ്. അതിൻ്റെ 8-ാമത്തെ അധ്യായം 6-ാമത്തെ തിരുവചനം. എബ്രായർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ തിരുവചനം. അവനോ വിശേഷതയേറിയ വാഗ്ദത്തങ്ങളിന്മേൽ സ്ഥാപിക്കപ്പെട്ട നിയമത്തിന്റെ മധ്യസ്ഥനാകയാൽ അതിൻ്റെ വിശേഷതയ്ക്ക് ഒത്തവണ്ണം വിശേഷതയേറിയ ശുശ്രൂഷയും പ്രാപിച്ചിരിക്കുന്നു. ഒന്നാമത്തെ നിയമം കുറവില്ലാത്തതായിരുന്നു എങ്കിൽ രണ്ടാമത്തേതിന് ഇടം അന്വേഷിക്കയില്ലായിരുന്നു. ലേഖനങ്ങളിൽ ലേഖനകർത്താവ് ആരാണെന്ന് വെളിപ്പെടുത്താത്ത ഒരു ലേഖനമാണ് എബ്രായർക്ക് എഴുതിയ ലേഖനം. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, വളരെ ശക്തമായ ആത്മീയ മർമ്മങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പുസ്തകമാണ് എബ്രായർക്ക് എഴുതിയ ലേഖനം. ഞാൻ എൻ്റെ വ്യക്തിപരമായും എനിക്കിഷ്ടമുള്ള പുസ്തകമാണെന്നും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഈ എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ ഈ വാക്കുകളുടെ ശൈലി വെച്ച് നോക്കുകയാണെങ്കിൽ അത് വിശുദ്ധ പത്രോസ്ലീഹ എഴുതിയ പുസ്തകമാണെന്ന് നമുക്ക് പറയേണ്ടി വരും. ചിലർ പൗലോസ്ലീഹ എഴുതിയ പുസ്തകമാണെന്ന് പറയേണ്ടി വരും. ചിലർ പറയുന്നു അത് പത്രോസ്ലീഹായും എഴുതിയതാണെന്ന് പറയുന്നു. എനിവേ, ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന മധ്യസ്ഥൻ എന്ന് പറയുന്നത് പൗലോസും അല്ല, പത്രോസും അല്ല, ഇത് കർത്താവാകുന്ന യേശുക്രിസ്തു ആണെന്ന് നമ്മളിൽ ഏറിയ പങ്ക് ആൾക്കാർക്കും അറിയാനായി കഴിയും. ഇന്ന് ഈ മീറ്റിങ്ങിന് പരിശുദ്ധാത്മാവ് ഒരു ക്യാപ്ഷൻ തന്നിരിക്കുന്നത് നിങ്ങളുടെ മധ്യസ്ഥൻ എന്നാണ്. നിങ്ങളുടെ മധ്യസ്ഥൻ എന്ന് പറയുമ്പോൾ അത് ഈ ഭൂമിയിൽ ഏത് ഡിനോമിനേഷനിൽ പെട്ട ഒരു വ്യക്തിയും ഈ ഒരു തലക്കെട്ട് കേൾക്കുന്നുണ്ടോ അത് അവൻ്റെയും കൂടെ ആയി മാറുന്ന ഒരു മധ്യസ്ഥനെ കുറിച്ചാണ് ഇന്ന് രാത്രിയിൽ ഞാൻ സംസാരിക്കാൻ പരിശുദ്ധാത്മാവിൽ ശരണപ്പെടുന്നത്. അപ്പോൾ തന്നെ ഈ മധ്യസ്ഥന്റെ സ്വഭാവം, ഈ മധ്യസ്ഥന്റെ സാധ്യത, ഈ മധ്യസ്ഥന്റെ ശക്തി, ഈ മധ്യസ്ഥന്റെ മഹത്വം ഒരു മനുഷ്യ മധ്യസ്ഥനും ഇല്ലാത്ത ഒന്ന് ഈ മധ്യസ്ഥനുണ്ട്. ഇവനൊരു മഹത്വമുണ്ട്. ഒരു മനുഷ്യ മധ്യസ്ഥനും ഇല്ലാത്ത ഒരു നാമമുണ്ട്, ഒരു നാമം ഈ മധ്യസ്ഥനുണ്ട്. അതാർക്കും എടുത്തു മാറ്റാൻ കഴിയാത്ത ഒരു നാമമാണ്. ഒരു മനുഷ്യ മധ്യസ്ഥനും ഇല്ലാത്ത ഒരു ഗുണം ഈ മധ്യസ്ഥനുണ്ട്. അത് മരണമില്ലാത്തൊരു മധ്യസ്ഥനാണ്. ഒരു മനുഷ്യ മധ്യസ്ഥനും ചെയ്തു വെക്കാൻ കഴിയാത്ത ഒരു ഗുണം ഈ മധ്യസ്ഥനുണ്ട്. അത് അവന്റെ നാമം ഈ ഭൂമണ്ഡലത്തിൽ നിന്ന് തുടച്ചു നീക്കാൻ കഴിയാത്തതാണ്. എത്ര പ്രശസ്തനും എത്ര പക്വതയുള്ളവനും എത്ര പണ്ഡിതനെയും ഒരു കാലഘട്ടം കഴിയുമ്പോൾ ജനം മറന്നു തുടങ്ങും എന്നുള്ളതിന് ഒരു സംശയവും ഇല്ലാതിരിക്കുമ്പോൾ ഈ മധ്യസ്ഥൻ ഹാബേലിനേക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തം നമുക്ക് വേണ്ടി നൽകി അതിൽ നിയമം ഉറപ്പിച്ച ഈ മധ്യസ്ഥന്റെ നാമത്തെ ഒരു വ്യക്തി സ്വീകരിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുകയാണെങ്കിൽ അവന്റെ ഓർമ്മയിൽ നിന്നല്ല, അവന്റെ തലമുറ 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 തലമുറയോളം മറന്നുപോകാതെ അവനെ ഓർക്കുന്ന ഒരു നാമവും ഓർക്കാൻ കൊള്ളാവുന്ന ഒരു നാമവുമാണ് ഇന്ന് നാം ചിന്തിക്കാൻ പോകുന്ന ഈ നാമം. അത് കർത്താവാകുന്ന യേശുക്രിസ്തുവിന്റെ നാമമാണ്. ഈ നാമം ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ ഭവനങ്ങളിൽ മുഴങ്ങി കേൾക്കുമ്പോൾ ഈ മധ്യസ്ഥൻ നിങ്ങളുടെ മാത്രം മധ്യസ്ഥനല്ല, നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെയും മധ്യസ്ഥനാണ്. ഈ മധ്യസ്ഥൻ നിനക്ക് നന്മകൾ മാത്രം വരുത്തുന്ന ഒരു മധ്യസ്ഥനല്ല, നിന്റെ തിന്മകളെ തടയുകയും ചെയ്യുന്ന ഒരു മധ്യസ്ഥനാണ്. ഈ മധ്യസ്ഥൻ മരണത്തെ അകറ്റിവിടുന്ന മധ്യസ്ഥൻ മാത്രമല്ല, മരിച്ചവരെ ഉയർപ്പിക്കുകയും ചെയ്യുന്ന മധ്യസ്ഥനാണ്. ഈ മധ്യസ്ഥൻ വെളിച്ചം വിതറുക മാത്രം ചെയ്യുന്ന മധ്യസ്ഥനല്ല, അന്ധകാരത്തെ നിന്റെ ജീവിതത്തിൽ നിന്നും ആട്ടിപ്പായിക്കുന്ന, കൽപ്പിച്ചൊരകലെ വരെ നിർത്തുമാറാക്കുന്ന അധികാരമുള്ളൊരു മധ്യസ്ഥനാണ്. ഇന്ന് രാത്രിയിൽ ഈ വചനം കേട്ടു തുടങ്ങുമ്പോൾ തന്നെ ചില ഭവനങ്ങളിൽ ഒറ്റപ്പെട്ടു നിൽക്കുന്ന,
ഒറ്റപ്പെട്ട് വിശ്വാസത്തിൽ നിൽക്കുന്ന, ഒറ്റപ്പെട്ട് വിശുദ്ധിയിൽ നിൽക്കുന്ന, ഒറ്റപ്പെട്ട് വേർപാടിൽ നിൽക്കുന്ന, ആക്ഷേപത്തിൽ നിൽക്കുന്ന നിങ്ങൾക്കൊരു മധ്യസ്ഥനും നിങ്ങൾക്കൊരു കൂട്ടാളിയും നിങ്ങൾക്കൊരു തുണയുമായി, ഒരു തുണയാളിയായി ഉള്ളോൻ നിന്റെ ഭവനത്തിന്റെ അകത്ത് ഇറങ്ങി വരുമെന്ന് ഞാൻ പറയുമ്പോൾ വിശ്വസിക്കുന്ന ദൈവമക്കളുടെ മേൽ ദൈവത്തിന്റെ ആത്മാവിന്റെ നിറവോടുകൂടെ ഇന്ന് രാത്രിയിൽ അത് വെളിപ്പെടട്ടെ എന്ന് ആത്മാവിൽ ഞാൻ പ്രഖ്യാപിക്കുകയാണ്. കമോൺ, ഇന്ന് രാത്രിയിൽ ഈ മധ്യസ്ഥന്റെ നാമം, യേശു എന്ന നാമം, അത് വെറുതെ അവൻ മരിച്ചുയർത്തെഴുന്നേറ്റ് കാണിച്ചു തന്നൊരു നാമം മാത്രമല്ല, രക്തത്താൽ മുദ്രയിട്ട് ആത്മാവിന്റെ അച്ചാരമാകുന്ന പരിശുദ്ധാത്മാവിനെ കൂടെ നിന്റെ മേൽ പകർന്ന് ആ പരിശുദ്ധാത്മാവിന്റെ വാക്കും ഭാഷയും കൂടെ നിന്നെ പഠിപ്പിച്ച് നിന്റെ ഉള്ളത്തിൽ വസിക്കുന്ന ഈ മധ്യസ്ഥന്റെ നാമത്തെ ഇന്ന് രാത്രി ഉയർത്താൻ കൃപ ലഭിച്ച ആരെങ്കിലും ഈ പ്ലാറ്റ്ഫോമിൽ ഉണ്ടെങ്കിൽ അവർ മൗനമായിരിക്കരുത്, അവർ വായികൾ തുറക്കണം. ഈ മധ്യസ്ഥന്റെ സ്വഭാവം എന്താണെന്നറിയാമോ? നിനക്ക് രോഗം വരത്തില്ല കുഞ്ഞെ, രോഗം വരത്തില്ല കുഞ്ഞെ, രോഗം വരത്തില്ല കുഞ്ഞെ എന്ന് പറഞ്ഞിട്ട് നിന്നെ രോഗിയാക്കുന്ന ഒരു മധ്യസ്ഥനല്ല, രോഗിയാക്കുന്ന ഒരു നാമമല്ല. രോഗം നിന്നെ കീഴ്പ്പെടുത്താൻ, ശാപം നിന്നെ കീഴ്പ്പെടുത്താൻ, മരണം നിന്നെ കീഴ്പ്പെടുത്താൻ, പാപം നിന്നെ കീഴ്പ്പെടുത്താൻ വരുമ്പോൾ രക്തത്തിന്റെ ഉടമ്പടിയോടുകൂടെ രോഗത്തിന്റെ ആത്മാവിനെ ശാസിച്ചു മാറ്റുന്ന, മരണത്തിന്റെ ആത്മാവിനെ ശാസിച്ചു നിർത്തുന്ന, പാപത്തിന്റെ ആത്മാവിനെ നിന്നിൽ നിന്ന് അകറ്റിക്കളയുന്ന ഒരു വിശുദ്ധിയുടെയും വേർപാടിന്റെയും അനുഭവത്തിലേക്ക് നിന്നെ കൈപിടിച്ചുയർത്തുന്ന, ജീവിച്ചിരിക്കുന്ന നിനക്ക് ചോദിക്കാനും പറയാനും ഒരുവനുണ്ട് എന്ന് വെളിപ്പെടുത്തുന്ന ഒരു അത്ഭുതകരമായ നാമം. ഓ, in the name of Jesus Christ. വീട്ടിൽ ഞാൻ ആ പദം പറയുന്നു, അത്ഭുതകരമായ നാമം, അത്ഭുതകരമായ നാമം. ഓ ജീസസ്, ഓ അത്ഭുതമായ നാമമേ, അതിശയമായ നാമമേ, ആശ്ചര്യമായ നാമമേ, അധികാരമുള്ള നാമമേ, അത്ഭുതമായ നാമമേ, അതിശയമായ നാമമേ, ആശ്ചര്യമായ നാമമേ, അധികാരമുള്ള നാമമേ. പതിനായിരങ്ങളിൽ സുന്ദരനെ, ശാരോണിൻ റോജാവേ, പതിനായിരങ്ങളിൽ സുന്ദരനെ, ശാരോണിൻ റോജാവേ, അങ്ങേക്കു തുല്യനായി അങ്ങു മാത്രം, അങ്ങേക്കു തുല്യനായി അങ്ങു മാത്രം. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ഒരു ആമേൻ പറഞ്ഞേ. ഈ മധ്യസ്ഥന്റെ നാമമാണ്. ഈ മധ്യസ്ഥന്റെ നാമം എന്ത് നാമമാണ്? ഈ നാമത്തിന്റെ പ്രത്യേകതകൾ എന്ത്? ഈ നാമത്തിന്റെ മഹത്വം എന്ത്? ഈ നാമം എനിക്ക് ലഭിക്കാൻ കാരണമായത് എന്ത് എന്നൊക്കെ വളരെ ചുരുങ്ങിയ ചില സമയം കൊണ്ട് ബ്രീഫായിട്ട് പറഞ്ഞു പോകാനേ നമുക്ക് പറ്റുള്ളൂ. ശ്രദ്ധിക്കാം. 6-ാമത്തെ വാക്യം, ഇബ്രായർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യം. അവനോ വിശേഷതയേറിയ വാഗ്ദത്തങ്ങളിന്മേൽ സ്ഥാപിക്കപ്പെട്ട നിയമത്തിന്റെ. മനുഷ്യനെ ദൈവം ഭൂമിയിൽ സൃഷ്ടിച്ചപ്പോൾ വ്യക്തമായ ആത്മീയ നിയമങ്ങളോടുകൂടെ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചു. മനുഷ്യൻ റൂൾ ചെയ്തുകൊണ്ടിരുന്നത് ആത്മീയ നിയമങ്ങൾക്കകത്തായിരുന്നു. മനുഷ്യൻ ഫോളോ ചെയ്തിരുന്നത് ആത്മീയ നിയമങ്ങൾക്കകത്തായിരുന്നു. മനുഷ്യൻ ഗ്രഹിച്ചിരുന്നത് ആത്മാവിലായിരുന്നു. മനുഷ്യൻ സഞ്ചരിച്ചിരുന്നത് ആത്മാവിലായിരുന്നു. മനുഷ്യൻ ബന്ധപ്പെട്ടിരുന്നത് ആത്മാവിലായിരുന്നു. എന്നാൽ മനുഷ്യന്റെ വീഴ്ചയ്ക്ക് ശേഷം അവൻ ഒരു ഗ്രേഡ്, ഒന്നിലധികം ഗ്രേഡ് അവൻ താഴേക്ക് വന്നപ്പോൾ അവൻ സകലതും ശരീരം കൊണ്ട് ഗ്രഹിക്കാനും ശരീരം കൊണ്ട് നിയമങ്ങളെ അനുസരിക്കാനും ശരീര സംബന്ധമായ ഒരു നിയമം കൂടെ അവന് ദൈവത്തിന് കൊടുക്കേണ്ടതായി വന്നു. ആത്മീയ നിയമത്തിൽ നിന്ന് മനുഷ്യൻ ശാരീരിക നിയമത്തിലേക്ക്, ആത്മീയ ഗ്രഹണത്തിൽ നിന്ന് മനുഷ്യൻ ശരീരത്തിന്റെ ബുദ്ധിയിലേക്ക്,
മനുഷ്യൻ മാറ്റപ്പെട്ടപ്പോൾ ന്യായപ്രമാണം എന്നൊരു കൽപ്പന ദൈവത്തിന് മനുഷ്യന് കൊടുക്കേണ്ടി വന്നു. പക്ഷെ ലേഖകൻ ഇവിടെ പറയുന്നത് ആ നിയമത്തിന് മനുഷ്യന്റെ സകല കാര്യങ്ങളെയും നടത്താൻ കഴിയുമായിരുന്നെങ്കിൽ, ആ നിയമത്തിന് മനുഷ്യനെ വീണ്ടും ഒരു ആത്മീയ ജീവികളാക്കി മാറ്റാൻ കഴിയുമായിരുന്നെങ്കിൽ, രണ്ടാമതൊരു നിയമം മനുഷ്യൻ അന്വേഷിക്കേണ്ടി വരികയില്ലായിരുന്നു എന്ന് ലേഖകൻ തന്നെ പറയും. എന്നാൽ ന്യായപ്രമാണം പുറപ്പെട്ടത് ദൈവത്തിന്റെ വായിൽ നിന്നാകൊണ്ടും ന്യായപ്രമാണം പൂർത്തീകരിക്കേണ്ടത് ദൈവിക പദ്ധതിയാകൊണ്ടും വിശേഷതയേറിയ ഒരുവൻ ഈ ന്യായപ്രമാണം അനുസരിക്കാൻ സ്വർഗത്തിൽ നിന്നും നമ്മുടെ അരികിലേക്ക് ഇറങ്ങി വന്നു. ആ എക്സ്പ്ലനേഷൻസ് ഒന്നും ഞാൻ കൊടുക്കുന്നില്ല, എന്റെ ടോപ്പിക് അവിടെ അല്ല. ഈ നിയമത്തിന്റെ കാര്യം പറഞ്ഞു വന്നുകൊണ്ട് അത്രയും പറയണം. ന്യായപ്രമാണം മുഴുവൻ സ്വന്തം ശരീരത്തിൽ ഏറ്റുവാങ്ങി ജീവിതം കൊണ്ട് തെളിയിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും നമുക്ക് വേണ്ടി മധ്യസ്ഥനായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഒന്ന് ചോദിച്ചാൽ, ഒന്ന് വിളിച്ചാൽ, ഒന്ന് കരഞ്ഞാൽ, ഒന്ന് ആഗ്രഹിച്ചാൽ ഓടി നിന്റെ അരികിൽ ആ പ്രസൻസ് വരുമാറ് ഒരു വിശേഷതയേറിയ ഒരു ശുശ്രൂഷ സ്വർഗത്തിലെ ദൈവം, സ്വർഗീയ പുത്രൻ, മനുഷ്യപുത്രൻ ഈ ഭൂമിയിൽ ചെയ്തേച്ചാണ് മടങ്ങിപ്പോയത്. ഒന്നും കൂടെ, ഈ ഭൂമിയിൽ ജീവിച്ച് ന്യായപ്രമാണത്തെ മുഴുവനും സ്വന്തം ശരീരം കൊണ്ടിൽ ഏറ്റുവാങ്ങി ന്യായപ്രമാണമായി തന്നെ താൻ സകലതും അനുഭവിച്ച് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത കർത്താവിനെ, പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്ന കർത്താവിനെ ഒന്ന് ചിന്തിച്ചാൽ, ഒന്ന് ഓർത്താൽ, ഒന്ന് വിളിച്ചാൽ, ഒന്ന് കൊതിച്ചാൽ, ഒന്ന് കരഞ്ഞാൽ, ഒന്ന് ആശിച്ചാൽ ആ പ്രസൻസ് നിന്റെ അരികിൽ വരുമാറ് ഒരു വലിയൊരു ശുശ്രൂഷ ആ കർത്താവ് ഈ ഭൂമിയിൽ നിന്ന് പ്രാപിച്ചാണ് സ്വർഗത്തിലേക്ക് സ്വർഗാരോഹണം ചെയ്തത്. തുടക്കത്തിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഞാൻ ഇതിനകത്തിരിക്കുമ്പോൾ ഒരു വലിയ സാന്നിധ്യം ഞാൻ അനുഭവിക്കുന്നു. ഞാനത് ആഗ്രഹിച്ചുകൊണ്ടാണ് ഈ ബെഡ്റൂമിനകത്തേക്ക് കയറിയത്. എനിക്ക് ആ സാന്നിധ്യം എനിക്ക് ഒരു തടസ്സങ്ങളുമില്ലാതെ എനിക്ക് അനുഭവിക്കാൻ കഴിയുന്നതിന്റെ പിന്നിൽ വലിയൊരു ശുശ്രൂഷ ഈ ഭൂമിയിൽ ആ കർത്താവ് ചെയ്തു വെച്ചിട്ടുണ്ട്, ആ കർത്താവ് അനുഭവിച്ചിട്ടുണ്ട്. കർത്താവ് ആ ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്, ആ ശുശ്രൂഷ ഭരമേൽപ്പിച്ചിട്ടുണ്ട്, ആ ശുശ്രൂഷ ഈ ഭൂമിയിൽ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇന്നും ആ ശുശ്രൂഷ തന്റെ ഭക്തന്മാരിലൂടെ പൂർത്തീകരിച്ചുകൊണ്ടുമിരിക്കുന്നു. ഇന്ന് രാത്രിയിൽ ഞാൻ ഈ വേർഡ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കരയുന്ന, ആഗ്രഹിക്കുന്ന, കൊതിക്കുന്ന, മോഹിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, ആശിക്കുന്ന ഓരോ വ്യക്തികളുടെ അരികിലും ഒരു ബാരിയേഴ്സും ഇല്ലാതെ ഈ സാന്നിധ്യം ഇന്ന് രാത്രി വെളിപ്പെടും. അത് നമ്മുടെ ഈ മീറ്റിംഗിന് ആശീർവാദം പറയുന്നതിന് മുന്നേ സ്വർഗം ചിലരെ അനുഭവിപ്പിക്കുമെന്ന് ഞാൻ ആത്മാവിൽ ഡിക്ലെയർ ചെയ്യുകയാണ്. വേദപുസ്തകം പറയുന്ന വാക്ക് ഞാൻ ഓടിച്ചൊന്ന് വായിക്കട്ടെ. അവനോ വിശേഷതയേറിയ വാഗ്ദത്തങ്ങളിന്മേൽ സ്ഥാപിക്കപ്പെട്ട നിയമം. ഈ വിശേഷതയേറിയ നിയമം സ്ഥാപിക്കപ്പെട്ടു എന്ന് വേദപുസ്തകം പറയുമ്പോൾ അതൊരു കല്ലിനാൽ സ്ഥാപിക്കപ്പെട്ടതല്ല, മരത്താൽ സ്ഥാപിക്കപ്പെട്ടതല്ല, വിഗ്രഹങ്ങളാൽ സ്ഥാപിക്കപ്പെട്ടതല്ല, എന്നാൽ രക്തത്താൽ സ്ഥാപിക്കപ്പെട്ടതാണ്. ഓ ജീസസ്. ഒന്നുകൂടെ, കല്ലിനാൽ സ്ഥാപിക്കുമ്പോൾ കല്ലിനില്ലാത്തൊരു വിശേഷത, മരത്താൽ സ്ഥാപിക്കുമ്പോൾ മരത്തിനില്ലാത്തൊരു വിശേഷത, മണ്ണിനാൽ സ്ഥാപിക്കുമ്പോൾ മണ്ണിനില്ലാത്തൊരു വിശേഷത, മണ്ണുകൊണ്ട് പണിത മനുഷ്യനുണ്ടാകുമാറ് രക്തം കൊണ്ടൊരു വിശേഷതയോടുകൂടെ ശുശ്രൂഷ ചെയ്ത് ഒരു നിയമമുണ്ടാക്കി നമുക്ക് വേണ്ടി ജീവിച്ചു മരിച്ചടക്കപ്പെട്ട കർത്താവായ യേശുക്രിസ്തു ഇന്നും നമുക്ക് വേണ്ടി നമ്മുടെ ഭവനങ്ങൾക്കകത്ത്, നമ്മുടെ ഭവന അന്തരീക്ഷത്തിനകത്ത് അവൻ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ പറയുമ്പോൾ ഇത് ആത്മാവിൽ കൊതിക്കുകയും ദാഹിക്കുകയും ചെയ്യുന്ന നിങ്ങൾക്ക് സമാധാനമായി ഈ ശുശ്രൂഷ ഇന്ന് രാത്രി വെളിപ്പെടും. വെളിച്ചമായി ഇന്ന് രാത്രി ഇത് വെളിപ്പെടും. സൗഖ്യമായി ഇന്ന് രാത്രി ഇത് വെളിപ്പെടും. വിടുതലായി ഇന്ന് രാത്രി ഇത് വെളിപ്പെടും. അത് വിശ്വസിക്കുന്ന ഏതൊക്കെയോ ദൈവമക്കൾ ഇന്ന് രാത്രി ഈ പ്ലാറ്റ്ഫോമിൽ ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നു, മണ്ണുകൊണ്ട് മനുഷ്യന് വേണ്ടി സ്ഥാപിച്ചതിന്റെ മേൽ ഇല്ലാത്ത ഒരു മഹത്വം മണ്ണുകൊണ്ടുണ്ടാക്കിയ ഒരു മനുഷ്യന്റെ മേൽ വെളിപ്പെടുത്താൻ
ആ മർമ്മം ഞാൻ പിടിച്ചെടുക്കുകയാണ്. ആത്മമണ്ഡലത്തിൽ നിന്ന് ആ മർമ്മം ഞാൻ പിടിച്ചെടുക്കുകയാണ്. ആത്മമണ്ഡലത്തിൽ നിന്ന് ആ മർമ്മം ഞാൻ പിടിച്ചെടുക്കുകയാണ്. നോക്ക്, മണ്ണുകൊണ്ട് ഈ ഭൂമിയിൽ ആലയങ്ങൾ ഉണ്ടായിരുന്നു, മണ്ണുകൊണ്ട് ഈ ഭൂമിയിൽ വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു, മണ്ണുകൊണ്ട് ഈ ഭൂമിയിൽ പ്രതിമകൾ ഉണ്ടായിരുന്നു, മണ്ണുകൊണ്ട് ഈ ഭൂമിയിൽ കാളക്കുട്ടികൾ ഉണ്ടായിരുന്നു, സ്വർണം കൊണ്ട് ഈ ഭൂമിയിൽ കാളക്കുട്ടികൾ ഉണ്ടായിരുന്നു. അതിനെയെല്ലാം ശുശ്രൂഷകൾ ചെയ്തു. പ്രതിമയ്ക്ക് ശുശ്രൂഷ ചെയ്തു, പ്രതിമയ്ക്ക് ഹാരമിട്ടു, പ്രതിമയ്ക്ക് പാലഭിഷേകം ചെയ്തു. പക്ഷെ അതിന്റെ മേലൊന്നും വെളിപ്പെടുത്താത്തൊരു മഹത്വം മണ്ണുകൊണ്ട് പൊടി കൊണ്ടുണ്ടാക്കിയ ഒരു മനുഷ്യന്റെ മേൽ ദൈവത്തിന് വെളിപ്പെടുത്താൻ തോന്നിയത്, അത് ഗ്രേറ്റർ 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 ഗ്രേറ്റർ. മണ്ണുകൊണ്ടുണ്ടാക്കിയ ഒരു മനുഷ്യന്റെ മേൽ ദൈവത്തിന് അത് വെളിപ്പെടുത്താൻ തോന്നിയത്, മനുഷ്യ, മണ്ണുകൊണ്ടുണ്ടാക്കിയ നിനക്ക് വേണ്ടിയാണ് ദൈവത്തിന്റെ പുത്രൻ ഈ ഭൂമിയിൽ ഇറങ്ങി വന്നത്. ഇന്ന് രാത്രിയിൽ ഈ മണ്ണുകൊണ്ടുണ്ടാക്കിയ നീ അനുഭവിക്കുന്ന ദുരിതത്തെ എന്റെ ദൈവം കണ്ടു നിൽക്കാൻ തയ്യാറല്ല. ഈ മണ്ണുകൊണ്ടുണ്ടാക്കിയ നീ അനുഭവിക്കുന്ന കഷ്ടപ്പാടിനെ കണ്ടു നിൽക്കാൻ ഈ ദൈവം തയ്യാറല്ല. ഈ മണ്ണുകൊണ്ടുണ്ടാക്കിയ നിനക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ പുത്രൻ ഈ രോഗം നിന്റെ മൺശരീരത്തിൽ ഇരിക്കുന്നത് കാണാൻ തയ്യാറല്ല. മണ്ണുകൊണ്ടുണ്ടാക്കിയ മനുഷ്യനാകുന്ന നീ അനുഭവിക്കുന്ന നൊമ്പരങ്ങൾ ഇനി കണ്ടില്ലെന്ന് നടിക്കാൻ ഈ പുത്രൻ തയ്യാറല്ല. മണ്ണുകൊണ്ടുണ്ടാക്കിയ പ്രതിമയ്ക്കില്ലാത്ത, മണ്ണുകൊണ്ടുണ്ടാക്കിയ വിഗ്രഹങ്ങൾക്കില്ലാത്ത, മണ്ണുകൊണ്ടുണ്ടാക്കിയ മാളികയ്ക്കില്ലാത്ത, മണ്ണുകൊണ്ടുണ്ടാക്കിയ ആലയത്തിനില്ലാത്തൊരു മഹത്വം ഇന്ന് രാത്രിയിൽ ഈ വചനം വിശ്വസിക്കുന്ന ചില മൺകൂടാരത്തിന്റെ മേൽ പരിശുദ്ധാത്മാവിത കൈമാറുകയാ. In the name of Jesus Christ. അസാധാരണമായ ദൈവശക്തി വ്യാപരിക്കുന്നു, അസാധാരണമായ ദൈവശക്തി വ്യാപരിക്കുന്നു, അസാധാരണമായ ദൈവശക്തി വ്യാപരിക്കുന്നു. മണ്ണുകൊണ്ടില്ലാത്തതിനുള്ളൊരു മഹത്വം, മണ്ണുകൊണ്ടില്ലാത്തുള്ളതിനൊരു പുകഴ്ച, മണ്ണുകൊണ്ടില്ലാത്ത ഒന്നിനുള്ള തേജസ്, മണ്ണുകൊണ്ടുള്ള ഒന്നിനില്ലാത്തൊരു അഭിഷേകം, മണ്ണുകൊണ്ടുള്ള പ്രതിമയ്ക്കില്ലാത്തൊരു ഭാഷ, മണ്ണുകൊണ്ടുണ്ടായ മനുഷ്യന് അവൻ കൊടുത്തതിന്റെ കാരണം സകലത്തിന്റെ മേലും വിശേഷതയേറിയ ഒരു രക്തം കൊണ്ടുള്ള നിയമം, രക്തം കൊണ്ടുള്ളൊരു നിയമം അവൻ ചെയ്തതാണ്. ജീവൽ പ്രഭരഘടകസ്യ. ഈ വചനം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ നിന്റെ വീടിന്റെ മേൽ കൊളുത്തിട്ടിരിക്കുന്ന സകല പൈശാചികന്റെ ഹുക്കുകളും പൊട്ടിപ്പോകുകയാ. ഞാൻ കാണുന്നു പലരെയും പരിശുദ്ധാത്മാവ് തൊടുന്നു, പല വ്യക്തികളെയും ആത്മാവ് തൊടുകയാണ്. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ പല വ്യക്തികളെയും പരിശുദ്ധാത്മാവ് തൊടുകയാണ്. ഞാൻ ഈ രക്തത്തെ കുറിച്ച് പറയുമ്പോ ഈ രക്തത്തിന്റെ ഉടമയും കൂടെ ഇതിന്റെ നടുവിലുണ്ട്. ഞാൻ ഈ നിയമത്തെ കുറിച്ച് പറയുമ്പോൾ ഈ രക്തത്തിന്റെ ഒരു സ്വഭാവം, അവൻ പുതു നിയമത്തിന്റെ മധ്യസ്ഥനാണ്. അവൻ പുതു നിയമത്തിന്റെ മധ്യസ്ഥനാണ്. ഞാൻ 10 കൊല്ലം മുമ്പ് എഴുതിയ നിയമത്തെ കുറിച്ചല്ല പറയുന്നത്, 6000 കൊല്ലം മുമ്പ് എഴുതിയ ഒരു നിയമത്തെ കുറിച്ചാണ് പറയുന്നത്. 6000 കൊല്ലം മുമ്പ് എഴുതിയ ഒരു നിയമത്തിനൊരു പ്രത്യേകതയുണ്ട്. 2022 സെപ്റ്റംബർ മാസം 19-ാം തീയതി അത് എനിക്ക് വേണ്ടി എഴുതിയ പുതു നിയമമാണ്. എന്റെ ജീവിതത്തിൽ ഇത് നിയമങ്ങൾ ചേഞ്ച് ആകുന്ന ഒരു രാത്രിയാണ്. എന്റെ ജീവിതത്തിൽ നിയമങ്ങൾ ചേഞ്ച് ആകുന്ന ഒരു രാത്രിയാണ്. ഇത് വിശ്വസിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ നിയമങ്ങൾ ചേഞ്ച് ആകുന്ന ഒരു രാത്രിയാണ്. പൈശാചിക നിയമങ്ങൾ ഇന്ന് രാത്രി ക്യാൻസൽ ആകട്ടെ. പൈശാചിക കർത്തൃത്വങ്ങൾ ഇന്ന് രാത്രി ക്യാൻസൽ ആകട്ടെ. പൈശാചിക ഇരുളുകൾ ഇന്ന് രാത്രി അഴിഞ്ഞു മാറട്ടെ. പൈശാചിക ബന്ധനങ്ങൾ ഇന്ന് രാത്രി അഴിയട്ടെ. പൈശാചിക പോരുകൾ ഇന്ന് രാത്രി അഴിയട്ടെ. ഈ രക്തത്തിന്റെ സ്വഭാവം അത് ഹാബേലിനേക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന രക്തം, ഹാബേലിനേക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന രക്തം. ഹാബേലിന്റെ രക്തം സൈലന്റ് ആയിരിക്കുമ്പോൾ യേശുവിന്റെ രക്തം സംസാരിക്കുന്നു. ഇന്ന് രാത്രിയിൽ യേശുവിന്റെ രക്തത്തെ കുറിച്ച് സംസാരിക്കുന്നവന് വേണ്ടിയും യേശുവിന്റെ രക്തത്തെ കുറിച്ച് കേൾക്കുന്നവന് വേണ്ടിയും സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു രക്തമുണ്ടെങ്കിൽ അതെന്റെ യേശുവിന്റെ രക്തമാണ്. അത് കേട്ടുകൊണ്ടിരിക്കുന്നവന് വേണ്ടിയും സംസാരിക്കും, അത് സംസാരിക്കുന്നവന് വേണ്ടിയും സംസാരിക്കും, അത് പ്രസംഗിക്കുന്നവന് വേണ്ടിയും സംസാരിക്കും, അത് കേൾക്കുന്നവന് വേണ്ടിയും സംസാരിക്കും. ഈ രക്തം നിന്റെ ഭാവിക്ക് വേണ്ടി സംസാരിക്കും. ഈ രക്തം നിന്റെ ആത്മീയ ജീവിതത്തിന് വേണ്ടി സംസാരിക്കും. ഈ രക്തം നിന്റെ ആയുസ്സിന് വേണ്ടിയും സംസാരിക്കും. ഈ രക്തം നിന്റെ തലമുറകൾക്ക് വേണ്ടിയും സംസാരിക്കും. കമോൺ, ഇന്ന് രാത്രി വിശുദ്ധ വേദപുസ്തകം ചിലരോട് ആത്മാവിൽ വിളിച്ചു പറയുകയാണ്. അവനോ വിശേഷതയേറിയ വാഗ്ദത്തത്തിന്മേൽ സ്ഥാപിക്കപ്പെട്ട നിയമത്തിന്റെ മധ്യസ്ഥൻ. പഴയ നിയമ ശുശ്രൂഷകന്മാരെ പോലെ അല്ല കുഞ്ഞെ.
വെറുതെ ഒന്നല്ലേ മൈക്കെടുത്ത് ഇവിടെ വന്നിരുന്ന് സംസാരിക്കുന്നതും പറയുന്നതും. അങ്ങനെയൊന്നും പറയാൻ പറ്റിയ കാര്യമൊന്നും അല്ല ഇത്. നമുക്ക് അങ്ങനെയൊന്നും പറയാൻ പറ്റുന്ന കാര്യമല്ല ഇത്. ഈ രക്തത്തിന്റെ ശക്തി വെളിപ്പെട്ട പിന്നെ അന്തരീക്ഷത്തിന്റെ അകത്ത് ഈ രക്തത്തിന്റെ നറുമണം കൂടെ വ്യാപരിക്കും. ഈ രക്തത്തിന്റെ ശക്തി, ഈ രക്തം 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 എന്ന് പറഞ്ഞ് കോട്ടുവായി ഇട്ട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ രക്തത്തിന് ജീവൻ കൊടുക്കുന്ന മാംസത്തെ ദൈവത്തിന് ആവശ്യമാണ്. എടാ മോനെ, ഈ രക്തം ഈ ഭൂമിയിൽ ഒഴിക്കപ്പെട്ടു, വറ്റിപ്പോയില്ല. ഓരോ തുള്ളിയും ഓരോ മനുഷ്യന്റെ മേൽ കിടക്കുക. ഓരോ തുള്ളിയും ഓരോ മനുഷ്യന്റെ മേൽ കിടക്കുക. ഈ ഓരോ തുള്ളിയിൽ നിന്നും ഓരോ ക്രിസ്തു എഴുന്നേൽക്കും. ദീപു കൃഷ്ണയുടെ മേൽ വീണ രക്തം ജീവനായി മാറുന്നത് ദീപു കൃഷ്ണ അതിന് ജീവൻ കൊടുക്കാൻ തയ്യാറാകുമ്പോഴാണ്, ജീവൻ കൊടുക്കുമ്പോഴല്ല. എല്ലാവരും ക്രിസ്തുവിന്റെ പ്രതിമകളാകണമെന്ന് പറയുന്നു. ഈ പണ്ടൊരു പാട്ട് പറയുന്നത്, ഈശ്വരനെ തേടി ഞാൻ നടന്നു, കടലുകൾ താണ്ടി ഞാൻ നടന്നു എന്നൊരു പാട്ടുണ്ടല്ലോ. എന്ന് പറയുന്ന പോലെ ദൈവത്തെ അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ വേണ്ടി ഇറങ്ങിപ്പോകുന്നവനിലൂടെ അല്ല ഈ ക്രിസ്തു വെളിപ്പെടുന്നത്. ഞാൻ ഇരിക്കുന്നിടത്ത് ആ ക്രിസ്തുവിനെ വെളിപ്പെടുത്താൻ കഴിയുമെന്ന അവബോധത്തോടുകൂടെ അവൻ ചിലത് ചെയ്യാൻ തയ്യാറാകുമ്പോഴാണ്. അതായത് ഇന്ന് രാത്രിയിൽ നിങ്ങളെ പരിശുദ്ധാത്മാവ് യൂട്യൂബിലാകട്ടെ സൂമിലാകട്ടെ ഈ ഓൺലൈൻ മീറ്റിംഗിലേക്ക് ദൈവം വിളിച്ചപ്പോൾ, കുഞ്ഞ്, നിന്റെ മേലൊരു രക്തം തളിക്കപ്പെട്ടത് കൊണ്ടാണ് നീ ഈ മീറ്റിങ്ങിനകത്ത് കയറിയത്. ഇനി വേണ്ടത് തളിച്ച രക്തത്തിന്റെ മേൽ ആമേൻ പറഞ്ഞ് പൊത്തിപ്പിടിച്ചുകൊണ്ടിരിക്കുവല്ല. ഈ രക്തത്തിന് നീ ഒരു ജീവൻ കൊടുക്കണം. പുത്രൻ രക്തം ഒഴുക്കിയത് എന്നിലൂടെ ഫ്ലോ ചെയ്യാനാ, എന്നിലൂടെ അത് ട്രാൻസ്മിറ്റ് ചെയ്യാനാ. ഹല്ലേലൂയ. ഒരു രക്ത കൈമാറ്റം ഓൾറെഡി ക്രൂശിനകത്ത് നടന്നത്. രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. രക്തം ഭൂമിയിൽ ഒഴുകി, ആത്മാവ് സ്വർഗത്തിലേക്ക് പോയി, ശരീരത്തെയും സ്വർഗം ഈ ഭൂമിക്ക് കൊടുക്കാതെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. ഈ ഭൂമിയിൽ പോയതൊന്നു മാത്രമേ ഉള്ളൂ, അത് രക്തം. രക്തത്തെ സ്വർഗത്തിലേക്ക് വിളിച്ചില്ല, പക്ഷേ രക്തത്തെ പിതാവിന്റെ കയ്യിൽ കൊടുത്തു എന്ന് നമുക്ക് വായിക്കാനായിട്ട് സാധിക്കും. അത് നമ്മുടെ ബൈബിളിലുള്ള കാര്യമല്ല ഞാൻ പറയുന്നത്, അല്ല, ഞാനൊരു പുസ്തകത്തിൽ വായിച്ചൊരു കാര്യമാണ്. കാരണം ഈ രക്തത്താലാണ് പിതാവ് മുദ്രയിടുന്നത് മനുഷ്യനെ. നമുക്ക് യേശുവിന്റെ രക്തത്തിൽ ഞാൻ മുദ്രയിടുന്നു, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, ബൈബിളിൽ അങ്ങനെ ഇടാൻ പാടില്ല എന്നൊന്നും പറഞ്ഞതല്ല ഞാൻ പറയുന്നത്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം യേശുവിന്റെ രക്തം എടുത്ത് കളിക്കാനുള്ള അധികാരം കർത്താവ് എല്ലാവർക്കും നല്ല മനുഷ്യർക്ക് ദൈവം കൊടുത്തിട്ടില്ല. മനസ്സിലാക്കുക. ഞാൻ യേശുവിന്റെ രക്തത്തിൽ മുദ്ര വയ്ക്കുന്നു. നമ്മുടെ ഇഷ്ടാനുസരണം യേശുവിന്റെ രക്തം എടുത്ത്, കർത്താവേ ഞാൻ എന്റെ വാഹനത്തെ യേശുവിന്റെ രക്തത്തിൽ മുദ്ര വയ്ക്കുന്നു. ഞാൻ എങ്ങനെ മുദ്ര വയ്ക്കും? എന്റെ വാഹനത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടല്ലല്ലോ യേശു രക്തം ചിന്തിയത്. കർത്താവേ എന്റെ കാളക്കുട്ടിയെ ഞാൻ യേശുവിന്റെ രക്തത്തിൽ മുദ്ര വയ്ക്കുന്നത് പാലിചുരത്തിന് അല്ല, സോറി, കാളയല്ലല്ലോ, പശു, ക്ഷമിക്കണം, പശുവിനെ, അത് പാലിചുരത്തിന്. എന്റെ പൊന്നു സഹോദരി, സൂക്ഷിക്കണം. ഉപയോഗിക്കുന്ന മെറ്റീരിയൽ വേറെയാ. അങ്ങനെയൊന്നും അറിവില്ലാതെയാണെങ്കിൽ പോലും നമുക്ക് അതിനുള്ള യേശുവിന്റെ രക്തം എടുത്ത് യൂസ് ചെയ്യാനുള്ള അതോറിറ്റി കർത്താവ് തരുമ്പോൾ മാത്രമേ നമുക്ക്, ആത്മാവിന്റെ ശക്തമായ പ്രേരണയുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. പക്ഷെ അതിന് പകരമാണ് അതുപോലെ നമുക്ക് പവർഫുൾ ആയിട്ടുള്ള സ്പിരിറ്റ് തന്നിരിക്കുന്നത്. സ്പിരിറ്റ് വെളിപ്പെടുമ്പോൾ, ആ പരിശുദ്ധാത്മാവ് വെളിപ്പെടുമ്പോൾ, ഈ പരിശുദ്ധാത്മാവ് വെളിപ്പെടുന്നത് യേശുവിന്റെ രക്തയാഗത്തിന്, യേശുവിന്റെ രക്തത്തിന്റെ ഫലമായിട്ടാണ് പരിശുദ്ധാത്മാവിനെ നമുക്ക് ലഭിച്ചത്, ചുമ്മാതല്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് ഉചിതം. താൻ പോകണമെങ്കിൽ ഒരു മരണം ഈ ഭൂമിയിൽ നടക്കണമായിരുന്നു, പുനരുത്ഥാനം നടക്കണമായിരുന്നു. അപ്പൊ ആ രക്തം എനിക്കെടുത്ത് എന്റെ കാളയുടെ പുറത്തും പശുവിന്റെ പുറത്തും ആടിന്റെ പുറത്തും ബൈക്കിന്റെ പുറത്തും വീടിന്റെ പുറത്തും ഒന്നും തളിക്കാൻ, ആ പഴയ നിയമത്തിൽ ചെയ്തല്ലോ, അത് ആടിന്റെ രക്തമാണ്. ഈ കുഞ്ഞാടിന്റെ രക്തം ഞാൻ എടുക്കുമ്പോൾ സൂക്ഷിക്കണം.
ഈ രക്തത്തെ ഞാൻ പറയുമ്പോൾ, അല്ലെങ്കിൽ ഈ രക്തം നമ്മുടെ മേൽ സ്വർഗം തളിക്കുമ്പോൾ, ഈ രക്തത്തിന് ജീവൻ കൊടുക്കേണ്ട ഒരു വ്യക്തിയാണ് ഞാൻ. അതാണ് ഈ ഭൂമിയിലെ എന്നെക്കുറിച്ചുള്ള ദൈവിക പരമ ഉദ്ദേശങ്ങളിൽ ഒന്ന്. ദൈവിക പരമോദ്ദേശങ്ങളിൽ ഒന്ന് യേശു ക്രിസ്തുവായി ഞാൻ മാറുക. യേശു ക്രിസ്തുവായി ഞാൻ മാറുക എന്ന് പറയുമ്പം തലമുടി നീട്ടി വളർത്തി വലിയൊരു ക്ലോത്തും ഞാൻ ഇട്ട് ഷോളും ഇട്ട് നടക്കുന്നതല്ല യേശു ക്രിസ്തുവിന്റെ രൂപം. പിന്നെയോ അവന്റെ സ്വഭാവത്തിന്റെ അനുരൂപിയായി ഞാൻ മാറുക. അപ്പോൾ അവന്റെ സ്വഭാവത്തെ പോലെ അപ്പത്തെ നുറുക്കുന്നതും പച്ചവെള്ളത്തെ വീഞ്ഞാക്കുന്നതുമല്ല. അവന്റെ സ്വഭാവം അവന്റെ രക്തത്തിലിരിക്കുന്ന കാര്യമാണ്. ആ രക്തത്തെ എന്നിലേക്ക് ഞാൻ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ, അതാണ് നമ്മൾ യേശുക്രിസ്തുവിന്റെ ശരീരരക്തങ്ങളെ നാം കർത്തൃമേശയിൽ ഭക്ഷിക്കുന്നതിന്റെ പ്രഥമ ഉദ്ദേശം. ഇതും കഴിച്ച് നമ്മൾ ഏമ്പക്കവും വിട്ട് പുറത്തുള്ള ഒരുവനെ ചീത്തയും വിളിച്ചുകൊണ്ട് വീട്ടിൽ പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കേൾക്കുക, സൂക്ഷിച്ചു വേണം. അവനവൻ തന്നെ ആത്മശോധന നടത്തിയിട്ട് വേണം കർത്താവിന്റെ ശരീരരക്തങ്ങളെ ഭക്ഷിക്കുവാൻ എന്ന് കർത്തൃദാസൻ പറയുന്നത്. അതൊരു ശുശ്രൂഷയ്ക്കകത്ത് വെളിപ്പെടുന്ന വാക്ക് മാത്രമല്ല. ഒരുപാട് കാര്യങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. അലക്ഷ്യമായും അശുദ്ധമായും കർത്താവിന്റെ തിരുമേശ കൈക്കൊണ്ടതിനെ പ്രതി അനുഭവിക്കേണ്ടി വന്ന ദുരിതങ്ങൾ. ഒറ്റയടിക്ക് മരിച്ചൊന്നും പോവില്ല, അത് വേറെ കാര്യം. മരിച്ചു പോയവരും ഉണ്ട്, പക്ഷെ ഒറ്റയടിക്കൊന്നും മരിച്ചു പോകത്തില്ല. കർത്താവിന്റെ തിരുമേശ വളരെ ശ്രദ്ധിച്ച് നാം ഹാൻഡിൽ ചെയ്യണം. എനിവേ, അതുപോട്ടെ, അതല്ല നമ്മുടെ ടോപ്പിക്, അതല്ല. അപ്പൊ ഈ രക്തം, ഒരു ദീപു കൃഷ്ണയുടെ മേൽ വീണ രക്തത്തിന് ജീവൻ കൊടുക്കേണ്ട വ്യക്തി ദീപു കൃഷ്ണയാണ്. ആ രക്തത്തിൽ ജീവൻ വ്യാപരിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ നിറവോടുകൂടെയാണ്. അപ്പൊ ഒരേ സമയം ഞാൻ യേശുവിന്റെ രക്തത്താൽ മുദ്രയിടപ്പെട്ടവനും കർത്താവിന്റെ ആത്മാവിനാൽ നിറയപ്പെട്ടവനും. അങ്ങനെ ഒരു വ്യക്തിയായി ഒരുവൻ മാറുമ്പോഴാണ് നമ്മുടെ ഈ 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ പറയുന്നത് പോലെ, ഞാൻ പുതു നിയമത്തിന്റെ ശുശ്രൂഷകൻ. ആ പുതു നിയമത്തിന്റെ ശുശ്രൂഷകന് ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട്. അവൻ അക്ഷരത്തിന്റെ ശുശ്രൂഷക്കാരനല്ല, അവൻ ആത്മാവിന്റെ ശുശ്രൂഷക്കാരനാണ്. ഇന്ന് രാത്രിയിൽ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിന്റെ നടുവിൽ ഈ തൊട്ടു മുന്നേ പലരും ദൈവ സാന്നിധ്യത്തിനകത്ത് നിറഞ്ഞു, പലരെയും പരിശുദ്ധാത്മാവ് സ്പർശിച്ചു. അവരെ ആരെയും അക്ഷരമല്ല തൊട്ടത്, ആത്മാവാണ് തൊട്ടത്. ആത്മാവ് അവരെ തൊടാനുള്ളതിന്റെ കാരണം എന്താന്ന് ചോദിച്ചാൽ, ആത്മാവ് നമ്മുടെ മേൽ നിലനിർത്തുന്ന ഒരു രക്തം, ആ രക്തത്തിന്റെ ഒരു മധ്യസ്ഥൻ ഇന്ന് രാത്രിയിൽ നമ്മുടെ പ്ലാറ്റ്ഫോമിൽ ചലനം ആരംഭിച്ചതുകൊണ്ട്, ആ ചലനം ആരംഭിച്ചവനെ ചിലർ കയ്യെത്തി തൊട്ടതുകൊണ്ട്, ചിലരുടെ ആത്മാവ് അവനെ തൊടാൻ കൊതിക്കുന്നത് കൊണ്ടുമാണ് ഇന്ന് രാത്രിയിൽ ആ ശക്തി ഇതാ സ്വർഗം ചിലരുടെ മേൽ കൂടെ പകർന്നുകൊണ്ടിരിക്കുന്നത്. വചനം വീണ്ടും പറയുന്നു, കേട്ടെ, എനിക്ക് അതിൽ നിന്നോട് പുറത്തോട്ട് വരാൻ തോന്നുന്നില്ല. അവനോ വിശേഷതയേറിയ വാഗ്ദത്തം. യേശുവിന്റെ രക്തത്തിന്റെ വിശേഷത എന്നൊക്കെ പറയുന്നത്, യേശുവിന്റെ രക്തത്തിന്റെ വിശേഷതയൊന്നും നമുക്കൊരു 7 തൊട്ട് 8 വരെ ഒന്നും എടുത്താൽ തീരുന്ന കാര്യങ്ങളല്ല. വിശേഷതയേറിയ വാഗ്ദത്തങ്ങൾ എന്ന് പറയുമ്പോൾ, സാധാരണ ഒരു കാളക്കുട്ടിയുടെ രക്തം പുരോഹിതനെടുത്ത് കാണിച്ചിട്ട് അവന് നമുക്ക് തരാൻ കഴിയുന്ന വാഗ്ദത്തങ്ങളെക്കാൾ, ആ കാളക്കുട്ടിയുടെയോ ആട്ടുകൊറ്റന്റെയോ രക്തമെടുത്തൊരു പുരോഹിതന് നിങ്ങൾക്ക് ഉറപ്പ് തരാൻ കഴിയുന്ന വാഗ്ദത്തങ്ങളെക്കാൾ, നിങ്ങൾക്ക് ഉറപ്പ് തരാൻ കഴിയുന്ന ചില മെറ്റീരിയൽ ബ്ലെസ്സിങ്സിനേക്കാൾ, അങ്ങനെയൊക്കെ ഉണ്ട് ചില ആൾക്കാർ. ഈ രക്തം കൊടുത്ത് ചില പ്രവൃത്തി ചെയ്യിക്കാൻ വേണ്ടി, പൂർണ്ണമായിട്ട് പിരിത്ത് പറയുന്നില്ല, രക്തം കാണിച്ച് ചില ദുഷ്ക്രിയകൾ ചെയ്യാൻ വേണ്ടി. പക്ഷെ ഇവിടുത്തെ കുഞ്ഞാടിന്റെ രക്തത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, ഒരു രക്തത്തിനും ചെയ്യാൻ കഴിയുന്നതിനപ്പുറം, ഒരു ദോഷമായി പ്രവർത്തിക്കുന്ന ഒരു രക്തത്തിന് പോലും വിലക്ക് കൽപ്പിക്കാൻ കഴിയുന്ന അത്രയും വിശേഷത. യേശുവിന്റെ രക്തത്തിന്റെ വിശേഷത എന്ന് പറയുമ്പോൾ, നമ്മുടെ അത് സയന്റിഫിക്കലി, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് നമ്മുടെ ഇന്നത്തെ ലാംഗ്വേജിൽ പറഞ്ഞാൽ, നെഗറ്റീവിനെ പോസിറ്റീവ് ആക്കാനും പോസിറ്റീവ് ആയിരിക്കുന്നതിനെ പോസിറ്റീവായി നിലനിർത്താനും പോസിറ്റീവായി മാത്രം ജീവിക്കാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്നതുമായ രക്തമാണ് യേശുവിന്റെ രക്തം. അതായത് നെഗറ്റീവിന് ഇവിടെ പ്രാധാന്യമേ ഇല്ല. അതിന്റെ അർത്ഥം നെഗറ്റീവ് സ്പിരിറ്റിന് പ്രാധാന്യമേ ഇല്ല.
യേശുവിന്റെ രക്തത്തിൽ തളിക്കപ്പെട്ട, യേശുവിന്റെ ആത്മാവിൽ ആരാധിക്കുന്ന, ആ യേശുവിന്റെ വിശേഷതയേറിയ വാഗ്ദത്തങ്ങളാൽ നിറഞ്ഞ രക്തത്തിനകത്ത് നിലകൊള്ളുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം അവന് പിന്നൊരു പഴയ ചരിത്രം ഇല്ല. പഴയതുണ്ടെന്ന് പറയുന്നേ ഇല്ല വേദപുസ്തകം. അതാ ഞാൻ നിങ്ങളെ വായിപ്പിച്ചില്ല, പറഞ്ഞത് 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യം, സകലതും പുതുതാക്കുന്ന മധ്യസ്ഥൻ. ഞാനൊരു പ്രവചന ശബ്ദം ഞാൻ ഇതിനകത്ത് ഡിക്ലെയർ ചെയ്യുകയാണ്. തുടക്കം മുതൽ ഞാനത് പറയുന്നുണ്ട്. ഇന്ന് രാത്രിയിൽ മണ്ണുകൊണ്ടുള്ള ഒരു ആലയത്തിനില്ലാത്ത ഒരു മഹത്വം, മണ്ണുകൊണ്ടുള്ള ഒരു പ്രതിമയ്ക്കില്ലാത്തൊരു മഹത്വം, മണ്ണുകൊണ്ടുള്ള ഒരു കൊട്ടാരത്തിനില്ലാത്തൊരു മഹത്വം, സ്വന്തമായി ഏക്കർ കണക്കിന് മണ്ണുള്ള മനുഷ്യനില്ലാത്തൊരു മഹത്വം, സ്വന്തമായി ഏക്കർ കണക്കിന് മണ്ണുള്ള മനുഷ്യനില്ലാത്ത മഹത്വം, മണ്ണുകൊണ്ടുണ്ടാക്കിയ മനുഷ്യന്റെ മേൽ എന്റെ ദൈവത്തിന് വെളിപ്പെടുത്താൻ തോന്നിയെങ്കിൽ, പാസ്റ്റർ എന്ത് മഹത്വത്തിന്റെ കാര്യം ഈ പറയുന്നേ? അവന്റെ തന്നെ ദിവ്യാത്മാവിന് വസിക്കാൻ മണ്ണുകൊണ്ടുള്ള കൊട്ടാരങ്ങളുള്ള ഈ ഭൂമിയിൽ മണ്ണുകൊണ്ടുള്ള ഒരു മനുഷ്യനെ തെരഞ്ഞെടുത്തെങ്കിൽ, അവന്റെ തന്നെ ദിവ്യാത്മാവിനെ വസിപ്പിക്കാൻ മണ്ണുകൊണ്ടുള്ള പ്രതിമകൾ, വജ്രം, രത്നങ്ങളിൽ ഏറ്റവും വില കൂടിയ വജ്രം, ഗോമേതകം, വൈഡൂര്യം ഒക്കെയുള്ള ഈ പ്രതിമകൾ ഉണ്ടാക്കുവാൻ ടാലന്റ് ഉള്ള ഈ ഭൂമിയിൽ മനുഷ്യരുള്ളപ്പോൾ, ആ പ്രതിമകളുടെ മേൽ വസിപ്പിക്കാൻ തോന്നാത്ത അവന്റെ ദിവ്യാത്മാവിനെ വസിപ്പിക്കാൻ മണ്ണുകൊണ്ടുണ്ടാക്കിയ ഒരു മനുഷ്യനെ സെലക്ട് ചെയ്തെങ്കിൽ, അതെ, ആ വിഗ്രഹങ്ങളെയോ ആ വിലപിടിപ്പുള്ളതിനെയോ ആ മൂല്യമുള്ളതിനെയോ ഒന്നും തേടി പോകാതെ മരിച്ചാൽ അഴുകിപ്പോകുന്ന ഒരു മണ്ണുകൊണ്ടുണ്ടാക്കിയ മനുഷ്യനെ തേടി ആ പുത്രൻ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നെങ്കിൽ, വിലപിടിപ്പുള്ളതും എത്തിപ്പിടിക്കാൻ പാടുള്ളതുമായ ധനത്തെയോ വൈഡൂര്യത്തെയോ രക്തത്തെയോ സ്വർണത്തെയോ തേടിപ്പോകാതെ ഈ മനുഷ്യനെ തേടി ഈ ഭൂമിയിലേക്ക് വന്നിട്ട് ആ രക്തവും ആ ആത്മാവും ആ മുദ്രയും ആ വാഗ്ദത്തങ്ങളും എനിക്ക് വേണ്ടി ഈ മണ്ണുകൊണ്ടുണ്ടാക്കിയ ഈ പ്രതിമയുടെ മേൽ പകരാൻ അവന് തോന്നിയതിന്റെ അത്ഭുതം എന്താന്ന് ചോദിച്ചാൽ, വിശേഷതയേറിയ വാഗ്ദത്തങ്ങൾക്കകത്ത് പെടുന്ന ഒരു വ്യക്തിയാണ് താങ്കൾ. ചുരുക്കി പറഞ്ഞാൽ താങ്കൾ ഒരു നാഥനില്ല കളരിയല്ല എന്നർത്ഥം. ആർക്കും കയറി എന്ത് അഭ്യാസവും കാണിച്ചിട്ട് പോകാൻ കഴിയാത്തൊരു വ്യക്തിയാണ്. ഏക്കർ കണക്കിന് വസ്തു, ആയിരക്കണക്കിന് മൃഗം, ഇട്ടുമൂടാൻ കണക്കിന് പണം എല്ലാമുള്ള ശൗലിന്റെ മുമ്പിൽ എന്റെ ദൈവം ഇറങ്ങാൻ മടിച്ചൊന്നുമില്ല കേട്ടോ. ശൗലിന്റെ മുമ്പിൽ എന്റെ ദൈവം പേടിച്ചൊന്നുമില്ല. ചോദിച്ചു, എടാ കൊച്ചനെ, അനാവശ്യമായിട്ട് എന്തിനാടാ നീ എന്നെ ഇങ്ങനെ വേദനിപ്പിക്കുന്നത്? സാധാരണ കർഷകനെ തൊട്ടതിന് കർത്താവ് ചോദിച്ച ചോദ്യ, മുക്കുവന്മാരെ തൊട്ടതിന് കർത്താവ് ചോദിച്ച ചോദ്യ, പല ഡിനോമിനേഷനിൽ നിന്ന് വന്ന് കർത്താവിനെ വിശ്വസിക്കുന്നവരെ തൊട്ടതിന്, കൊല്ലാൻ ശ്രമിച്ചതിനും അധികാരപത്രം വാങ്ങിയതിനും യേശു ചോദിച്ച ചോദ്യമാ. യഹൂദന്മാരെ തൊട്ടതിന് കർത്താവ് ചോദിച്ച ചോദ്യമാ. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെ തൊട്ടതിന് കർത്താവ് ചോദിച്ച ചോദ്യമാ, എന്തിന് എന്നെ അസ്വസ്ഥപ്പെടുത്തുന്നു? എന്തിന് എന്നെ നീ വേദനിപ്പിക്കുന്നു? കർത്താവിനെയാണോ തൊട്ടെ? അല്ല, സാധാരണക്കാരെയാ തൊട്ടെ. അവന്റെ ആത്മാവിൽ നിറയാൻ കൊതിക്കുന്നവരെയാ തൊട്ടെ. ദൈവത്തെ ആരാധിക്കുന്ന, പ്രത്യേകിച്ച് ദൈവത്തിന്റെ ആത്മാവിൽ ആരാധിക്കുന്ന, കർത്താവിന്റെ രക്തത്തിൽ വിശ്വസിക്കുന്ന, രക്തമാംസങ്ങളെ ഭക്ഷിക്കുന്ന മനുഷ്യനെ ദുഷ്ടൻ തൊടുമ്പോൾ സൂക്ഷിക്കും. അവന്റെ നേരെ ലക്ഷ്യമിടുമ്പോൾ ദുഷ്ടൻ സൂക്ഷിക്കും. നിങ്ങൾ പറയുന്നു, ആത്മാവിൽ ആരാധിച്ചിട്ടും എനിക്ക് ഭയങ്കര പ്രതികൂലം, ഞാൻ ആത്മാവിൽ ആരാധിച്ചിട്ടും എനിക്ക് മറുപടി കിട്ടുന്നില്ല. നിങ്ങൾ അറിയാത്ത ഒരു ഭയങ്കര ചോദ്യോത്തര വേള നടക്കുന്നുണ്ട് പ്രിയരെ. നമ്മൾ ആരും മനസ്സിലാക്കാത്ത ശക്തമായ ചോദ്യോത്തര വേള ആത്മമണ്ഡലത്തിൽ നടക്കുന്നുണ്ട്. അതിലൊന്നാണ് ഞാൻ ഈ പറഞ്ഞ, അവനോ വിശേഷതയേറിയ വാഗ്ദത്തങ്ങളിന്മേൽ സ്ഥാപിക്കപ്പെട്ട നിയമത്തിന്റെ മധ്യസ്ഥൻ. ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് ആർക്കൊക്കെയോ വേണ്ടി ആരോടൊക്കെയോ സംസാരിക്കാൻ തുടങ്ങുന്ന ഒരു മധ്യസ്ഥന്റെ സ്വഭാവം എന്താന്ന് ചോദിച്ചാൽ, അവൻ
മധ്യസ്ഥത ചെയ്യുന്ന വ്യക്തിയാണ്. അവൻ മധ്യസ്ഥത ചെയ്യേണ്ടി വരുന്നത് മറ്റെവിടുന്നും അവന് നീതി ലഭിക്കാത്തത് കൊണ്ടാണ്. ഓരോ വേർഡ് കർത്താവ് എനിക്കിങ്ങനെ ഇട്ട് തരുക. എവിടുന്ന് ആരിൽ നിന്നൊക്കെയോ നീതി ആഗ്രഹിക്കുന്ന ചില വ്യക്തികൾ, ആരിൽ നിന്നൊക്കെയോ സ്നേഹം ആഗ്രഹിക്കുന്ന വ്യക്തികൾ, ആരിൽ നിന്നൊക്കെയോ കരുണ ആഗ്രഹിക്കുന്ന ചില വ്യക്തികൾ, ആരിൽ നിന്നൊക്കെയോ അല്പസ്നേഹവും ആർദ്രതയും സഹകരണവും കരുണയും ആഗ്രഹിക്കുന്ന ചില വ്യക്തികൾ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ ഇന്ന് ഈ രാത്രിയിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ അവർ ആദ്യമായിട്ടായിരിക്കും ഈ പ്ലാറ്റ്ഫോമിൽ ജോയിൻ ചെയ്യുന്നത്. ഞാൻ അവർക്കൊരു ദൂത് കൈമാറുകയാണ്. എബ്രായർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം നിങ്ങളോട് തരാൻ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ഏൽപ്പിച്ചിരിക്കുന്ന ഒരു വചനമാണ്. ഇത് നിങ്ങൾ കുറിച്ചു വെക്കുക. അവനോ വിശേഷതയേറിയ വാഗ്ദത്തങ്ങളിന്മേൽ സ്ഥാപിക്കപ്പെട്ട നിയമം. പ്രിയപ്പെട്ടവരെ, എഴുതി വച്ചിരിക്കുന്ന നിയമമല്ല, ഓർത്തു വച്ചിരിക്കുന്ന നിയമമല്ല, സ്ഥാപിക്കണമെന്ന് പ്ലാൻ ചെയ്തിരിക്കുന്ന നിയമമല്ല, പിന്നെയോ സ്ഥാപിച്ചിരിക്കുന്ന നിയമമാണ്. എനിക്ക് വേണ്ടി ഇനി കർത്താവ് ഒന്നും ചെയ്യാനില്ല എന്നൊരു സത്യം ഇന്ന് രാത്രി ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തും. പിന്നെ എന്താണുള്ളത്? ഇനി ഞാൻ കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാനേ ഉള്ളൂ. നമ്മളെല്ലാവരും, ഞാൻ ഉൾപ്പെടെയുള്ളവരുടെ കാര്യമാണ് പറയുന്നത്, നമ്മൾ ദൈവത്തോട് വീണ്ടും ചെയ്യാൻ ആവശ്യപ്പെടുന്നു, വീണ്ടും പ്രയത്നിക്കാനും പ്രവർത്തിക്കാനും ആവശ്യപ്പെടുന്നു. എന്നാൽ നാം ചോദിക്കുന്ന ചോദ്യങ്ങളുടെ മറുപടി വെളിപ്പെടുന്നത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ രക്തത്തിന് ജീവൻ കൊടുക്കുന്ന ശരീരങ്ങളായി മാറുമ്പോഴാണ്. യേശുക്രിസ്തുവിന്റെ ഈ ഭൂമിയിൽ ഇറ്റുവീണ ഓരോ തുള്ളി രക്തത്തിനും ജീവൻ കൊടുക്കുന്ന ചില ശരീരങ്ങളെ, മൺകൂടാരങ്ങളെ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് തേടുകയാണ്. ആ രക്തത്തിനകത്താണ് അവന്റെ നിയമം ഇരിക്കുന്നത്. ആ രക്തത്തിനകത്താണ് യേശുവിന്റെ സ്വഭാവം ഇരിക്കുന്നത്. ആ രക്തത്തിനകത്താണ് യേശുക്രിസ്തുവിന്റെ ആത്മാവും ജീവനും ഇരിക്കുന്നത്. ജീസസ്. ഇന്ന് രാത്രിയിൽ ആ രക്തം ഒരു രോഗിയുടെ മേൽ വീണാൽ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സൗഖ്യം നിങ്ങളുടെ മേൽ ഇന്ന് രാത്രി വ്യാപരിക്കും. ആ രക്തം ഇന്നൊരു രോഗിയുടെ മേൽ വീണാൽ നിങ്ങൾ ഇന്ന് ആ രക്തത്താൽ ലഭിക്കുന്ന സൗഖ്യം നിങ്ങളുടെ അവകാശമായി മാറും. ആ രക്തം ഇന്നൊരു ആത്മീയ ദാരിദ്ര്യം അനുഭവിക്കുന്നവന്റെ മേൽ വീണാൽ അവൻ ഇന്ന് രാത്രി ആത്മാവിൽ കത്തും. ആ രക്തം ഇന്ന് തകർന്നിരിക്കുന്ന ഒരുവന്റെ മേൽ വീണാൽ അവൻ ഇന്ന് രാത്രി പണിയപ്പെടും. ആ രക്തം ഇന്ന് വിശ്വാസത്തിൽ പിന്നോക്കം പോയിരിക്കുന്ന ഒരുവന്റെ മേൽ വീണാൽ, തർക്കത്തിനകത്ത് ഏർപ്പെട്ടിരിക്കുന്ന ഒരു ക്ലയോപ്പാവിന്റെയും ഭാര്യയുടെയും മേൽ വീണാൽ ഇന്ന് രാത്രി അവരുടെ ഉള്ളം കത്തും. യേശുവിന്റെ നാമത്തിൽ വിശേഷതയേറിയ വാഗ്ദത്തങ്ങളിന്മേൽ സ്ഥാപിക്കപ്പെട്ട നിയമത്തിന്റെ മധ്യസ്ഥനാകയാൽ അതിന്റെ വിശേഷതയ്ക്ക് ഒത്തവണ്ണം വിശേഷതയേറിയ ശുശ്രൂഷയും പ്രാപിച്ചിരിക്കുന്നു. കർത്താവിന്റെ ദാസന്മാർ ഈ രക്തത്തിൽ വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ഈ രക്തത്തിന്റെ ഉടമ്പടിയാൽ അവർ ഒരു പുതുനിയമ ശുശ്രൂഷകന്മാരായി തീരുകയും ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവ് അവരെ ധരിപ്പിക്കുന്ന ഒരു ശുശ്രൂഷയുണ്ട്. പ്രാർത്ഥിക്കുന്നവനെ ധരിപ്പിക്കുന്ന ഒരു ശുശ്രൂഷയുണ്ട്. മൈക്കെടുക്കുന്നവൻ മാത്രമല്ല ശുശ്രൂഷകൻ. പ്രാർത്ഥിക്കുന്നവനിലൂടെയും സ്വർഗം ചില ശുശ്രൂഷകൾ ചെയ്യും. പ്രാർത്ഥിക്കുന്നവനിലൂടെ സ്വർഗം ഒരുവനെ ദൈവം ശുശ്രൂഷകനാക്കി തീർക്കുന്നത് ആദ്യം അവന്റെ ഭവനത്തിന്റെ അകത്താണ്, വീടിനകത്താണ്. വീടിനകത്ത് സ്വർഗം അവന് പകരുന്ന ശുശ്രൂഷകളിൽ ഒന്നാണ് പ്രാർത്ഥിക്കാൻ അവനെ പഠിപ്പിക്കുക. ഒരുവനെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുമ്പോൾ അവൻ ആദ്യം വാക്കുകൊണ്ട് പ്രാർത്ഥിച്ചു തുടങ്ങും, ആത്മാവ് കൊണ്ട് പ്രാർത്ഥിച്ചാമേൻ പറയും. ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് അങ്ങനെ ചില വ്യക്തികളെ അഭിഷേകം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ ഞാൻ പ്രാർത്ഥിച്ച് 5 മിനിറ്റിനകത്ത് തീർന്നു പോകുന്നു, 10 മിനിറ്റിനകത്ത് തീർന്നു പോകുന്നു.
പക്ഷെ മണിക്കൂറുകളോളം നിന്നെ മുൻപോട്ട് കൊണ്ടുപോകുന്ന ഒരാത്മാവ് ഇന്ന് രാത്രിയിൽ നമ്മുടെ നടുവിൽ വ്യാപരിക്കുന്നുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 49 അധ്യായം അതിന്റെ 8 വാക്യം. ഈ രക്തത്തിന്റെ മഹത്വം ഇന്ന് ചില അന്ധകാരത്തിൽ കിടക്കുന്ന വ്യക്തികളെ പുറത്തു കൊണ്ടുവരാൻ പോവുകയാണ്. നമ്മൾ പറഞ്ഞൊരു വിശേഷതയേറിയ വാഗ്ദത്തം. ഈ വിശേഷതയേറിയ വാഗ്ദത്തത്തിന്റെ പ്രത്യേകതയാണ് ഇതാ യൂട്യൂബിൽ കാണുന്ന നിങ്ങളുടെ മേലും ഈ സൂമിൽ കാണുന്ന നിങ്ങളുടെ മേലും ഇന്ന് വെളിപ്പെടാൻ പോകുന്നത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 49 അധ്യായം അതിന്റെ 8 വാക്യം. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, പ്രസാദകാലത്ത് ഞാൻ നിനക്ക് ഉത്തരമരുളി, രക്ഷാ ദിവസത്തിൽ ഞാൻ നിന്നെ സഹായിച്ചു. ദേശത്തെ ഉയർത്തുവാനും ശൂന്യമായി കിടക്കുന്ന അവകാശങ്ങളെ കൈവശമാക്കി കൊടുപ്പാനും ബന്ധിക്കപ്പെട്ടവരോട് ഇറങ്ങിപ്പോയിക്കൊള്ളുവിനെന്നും അന്ധകാരത്തിൽ ഇരിക്കുന്നവരോട് വെളിയിൽ വരുവിനെന്നും പറവാനും ഞാൻ നിന്നെ കാത്തു. ഈ വചനം നിങ്ങൾക്ക് എത്ര പേർ ഈ വചനം കേട്ടിട്ടുണ്ട്? ഇന്ന് ഈ വചനം കേട്ടവർ ഈ വചനത്തിന് ആമേൻ പറഞ്ഞാൽ ഈ വചനം നിങ്ങളോടുള്ള പ്രവചന ശബ്ദമായി മാറുന്ന ഒരു രാത്രിയാണ്. പ്രസാദകാലം എപ്പോഴാണ്? ആ പ്രസാദകാലം നമ്മുടെ യെശയ്യാ പ്രവാചകൻ നമ്മുടെ കർത്താവാകുന്ന യേശുക്രിസ്തുവിന്റെ വരവിനെ കുറിച്ച് പ്രസംഗിച്ച കാലം, കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവിനെ ആത്മാവിൽ കണ്ട കാലം, കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമം ഭൂമിക്ക് തന്ന കാലം. ഇന്ന് ഈ എഫദായിൻ ജീസസ് മിനിസ്ട്രീസിന്റെ യൂട്യൂബിന്റെയും സൂമിന്റെയും പ്ലാറ്റ്ഫോമിന്റെയും പ്രസാദകാലം എന്നാണെന്ന് ചോദിച്ചാൽ ഇന്ന് ഈ സെപ്റ്റംബർ മാസം 19 തീയതി ഹാബേലിനേക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന യേശുവിന്റെ രക്തത്തെക്കുറിച്ചും അവന്റെ രക്തത്താൽ വിശേഷതയേറിയ വാഗ്ദത്തത്തെക്കുറിച്ച് ഈ പ്ലാറ്റ്ഫോമിന് ദൈവം ബോധ്യം വരുത്തി കൊടുക്കുന്ന ഇന്നത്തെ ദിവസമാണ് ആ പ്രസാദകാലം. ഈ പ്രസാദകാലം ഇന്നത്തെ ദിവസം സ്വർഗം ചിലരുടെ മേൽ കൈമാറുകയും അവരോട് പരിശുദ്ധാത്മാവ് പ്രവചിക്കാൻ ആഗ്രഹിക്കുന്ന വാക്കുകളുമാണ് ഞാൻ വായിച്ചു കേൾപ്പിച്ചത്. പ്രസാദകാലത്ത് ഞാൻ നിനക്ക് ഉത്തരമരുളി. ദൈവത്തിന്റെ പ്രസാദകാലം എല്ലാ കാലത്തുമില്ല. ദൈവത്തിന്റെ പ്രസാദകാലം എല്ലാ ദിവസവുമില്ല. ദൈവത്തിന്റെ പ്രസാദകാലം ഇന്നത്തെ ഞായറാഴ്ച കഴിഞ്ഞ് എനിക്ക് ഈ ഞായറാഴ്ച അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അടുത്ത ഞായറാഴ്ച ഉണ്ടാകണമെന്നില്ല. കർത്താവായ യേശുക്രിസ്തു 10,000 വട്ടം വന്നില്ല. കർത്താവായ യേശുക്രിസ്തു ഒറ്റവട്ടം വന്നു. ഒറ്റവട്ടം അവൻ ഈ ഭൂമിയോട് പ്രസാദം തോന്നി. ആ ഒറ്റവട്ടം കൊണ്ട് മനുഷ്യനോട് അവൻ ക്ഷമിച്ചു. ഒറ്റവട്ടം കൊണ്ട് മനുഷ്യന്റെ വീണ്ടെടുപ്പിന് വേണ്ടിയുള്ള പദ്ധതികൾ അവൻ ചെയ്തു. ഒറ്റവട്ടം കൊണ്ട് ഒറ്റ ആത്മാവിനാൽ അവൻ മനുഷ്യനെ ജീവിപ്പിച്ചു. ഒറ്റ ക്രൂശമരണം കൊണ്ട് മനുഷ്യന്റെ രക്ഷ സാധ്യമായി. ഒരുവന്റെ രക്തത്താൽ ഈ ഭൂമിയിൽ മോക്ഷം സാധ്യമായി. ഒരുവന്റെ രക്തത്താൽ ശാപം മുറിഞ്ഞു. ഒരുവന്റെ രക്തത്താൽ ബന്ധനങ്ങൾ അഴിഞ്ഞു. ഒരുവന്റെ രക്തത്താൽ ഭൂമി വിടിവിക്കപ്പെട്ടു. ഒരുവന്റെ രക്തത്താൽ ഇരുളിന്റെ ശക്തികൾ പിന്മാറി. ഒരുവന്റെ രക്തത്താൽ കല്ലറ തുറന്നു. ഒരുവന്റെ മരണത്താൽ കല്ലറ തുറന്നു. ഒരുവന്റെ മരണത്താൽ പുനരുത്ഥാനം ഉണ്ടായി. ഒരുവന്റെ മരണ പുനരുത്ഥാനത്താൽ സകല മനുഷ്യനും വീണ്ടും ജനനമെന്ന അവസ്ഥ സാധ്യമായി. ഇന്ന് രാത്രിയിൽ ഈ പ്ലാറ്റ്ഫോമിലൂടെ ആത്മാവിന്റെ ചൈതന്യത്തോടും ആത്മാവിന്റെ ശക്തിയോടും ആത്മാവിന്റെ നിയോഗത്തോടും ഞാൻ പ്രവചിച്ചു പറയുന്നു, നിന്റെ തകർച്ചയുടെ കാലം ഇതാ മാറിയിട്ട് പ്രസാദകാലം ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നിന്റെ മേൽ തുറക്കുകയാണ്. നിന്റെ തകർച്ചയുടെ കാലം, നിന്റെ നഷ്ടത്തിന്റെ കാലം, നിന്റെ കണ്ണുനീരിന്റെ കാലം, നിന്റെ ദുഃഖത്തിന്റെ കാലം, നിരാശയുടെ കാലം, എല്ലാം നഷ്ടപ്പെട്ടൊരു കാലം, എല്ലാവരും ഒഴിവാക്കിയൊരു കാലം, എല്ലാവരും വേണ്ടെന്ന് പറഞ്ഞൊരു കാലം, എല്ലാവരും ആക്ഷേപിക്കുന്ന ഒരു കാലം, എല്ലാവരും മറന്നൊരു കാലം, എല്ലാവരും ഒറ്റപ്പെടുത്തുന്ന ഒരു കാലം. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ യേശുവിന്റെ രക്തത്തിന്റെ സവിശേഷ വാഗ്ദത്തത്താൽ പരിശുദ്ധാത്മാവ് ഈ പ്ലാറ്റ്ഫോമിനോട് പ്രവചിച്ചു പറയുന്നു, നിന്റെ പ്രസാദകാലം ഇതാ സ്വർഗം റിലീസ് ചെയ്യുന്നു. Come on, take it.
നിന്റെ പ്രസാദ കാലത്തിനകത്ത് വെളിപ്പെടുന്ന ഡെലിവറൻസ് എന്താണ് ബ്രദർ ദീപു കൃഷ്ണ? വ്യക്തമായി കേൾക്കുക. പ്രസാദ കാലത്ത് ഞാൻ നിനക്ക് ഉത്തരമരളി. നിന്നോട് ദൈവത്തിന് പ്രസാദം തോന്നുന്ന ദിവസം മാത്രമേ സ്വർഗത്തിന്റെ ദൂത് നീ കേൾക്കത്തുള്ളൂ. നിന്നോട് ദൈവത്തിന് പ്രസാദം തോന്നുന്ന ദിവസം മാത്രമേ നീ ഈ മീറ്റിംഗിനകത്ത് പങ്കെടുക്കത്തുള്ളൂ. നിന്നോട് പ്രസാദം തോന്നുന്ന ദിവസം മാത്രമേ നിനക്ക് ദൈവവചനം കേൾക്കാൻ കൃപ ലഭിക്കത്തുള്ളൂ. നിന്നോട് പ്രസാദം തോന്നുന്ന ദിവസം മാത്രമേ നിനക്ക് അവന്റെ പ്രസൻസ് അനുഭവിക്കാൻ കഴിയത്തുള്ളൂ. നിന്നോട് പ്രസാദം തോന്നുന്ന ദിവസം മാത്രമേ ഒരു മെസ്സേജിനെങ്കിലും നിനക്ക് ആമേൻ പറയാൻ തോന്നത്തുള്ളൂ. നിന്നോട് പ്രസാദം തോന്നുന്ന ദിവസം അവൻ നിന്നോട് സംസാരിക്കുന്നു എന്ന് നിനക്ക് തോന്നും. യെസ്, ദാറ്റ് ഡേ ഈസ് ടുഡേ. ആ ദിവസം ഇന്നാണ്. ഞാൻ ദൈവ ശബ്ദം കേൾക്കുന്ന ദിവസം, ഞാൻ ദൈവ ശബ്ദത്തിൽ പുറത്തു വരുന്ന ദിവസം, ഞാൻ ദൈവ ശബ്ദത്തിൽ സ്പർശിക്കപ്പെടുന്ന ദിവസം, ഞാൻ ദൈവ ശബ്ദത്തിൽ ജീവിപ്പിക്കപ്പെടുന്ന ദിവസം. ഓ റൈമിറ്റാൽ ബോറിയാസ് കീൻവൽ പരാസെറ്റോവിൽ ബാർക്കിസ്. In the name of God. എനിക്കറിയത്തില്ല, ഒരു അസാധാരണമായ തീ ഇതിനകത്ത് വ്യാപരിക്കുന്നു, ഒരു അസാധാരണമായ ശക്തി ഇതിനകത്ത് വ്യാപരിക്കുന്നു. പ്രസാദം തോന്നുന്ന ചിലർ ഇതിനകത്തുണ്ട്. ദൈവത്തിന് പ്രസാദം തോന്നുന്ന ചിലർ ഇതിനകത്തുണ്ട്. നിന്റെ കല്ലറയെ കണ്ട് പലരും പരിഹസിച്ചു, നിന്റെ കല്ലറ കണ്ട് പലരും ചിരിച്ചു, നിന്റെ കല്ലറ കണ്ട് നിന്റെ മരണ ഡേറ്റ് പലരും കുറിച്ചു. അവന്റെ ആ പദ്ധതി മുടങ്ങി, അവന്റെ ആ ഇഷ്ടം മുടങ്ങി, അവന്റെ ആ സ്വപ്നം തകർന്നു എന്ന് പറഞ്ഞപ്പോൾ നിന്റെ കല്ലറ കണ്ട് പ്രസാദം തോന്നിയ മറ്റൊരുവനും കൂടെ ഉണ്ട്. ആരാന്നറിയാം? നിനക്ക് വേണ്ടി രക്തം ചൊരിഞ്ഞ യേശുക്രിസ്തു. യേശുക്രിസ്തുവിനും എന്റെ കല്ലറ കണ്ട് പ്രസാദമോ? യെസ്, കാരണം അവൻ കല്ലറ കണ്ടിട്ടില്ലാത്തവനല്ല. കല്ലറയുടെ 3 ദിവസങ്ങളുടെ ചരിത്രം അവൻ നിനക്ക് പറഞ്ഞു തരും. നീ മരിച്ച് കല്ലറയ്ക്കകത്ത് കിടന്നാൽ കർത്താവിന്റെ വരവിലെ എടുക്കപ്പെടത്തുള്ളൂ. പക്ഷെ എന്റെ കർത്താവ് മരിച്ച് കല്ലറയ്ക്കകത്ത് കിടന്നപ്പോ പരിശുദ്ധാത്മാവ് വന്നപ്പോ അവൻ എടുക്കപ്പെട്ടു. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ എടുക്കപ്പെട്ടു. യെസ്, വിശേഷതയേറിയ ഒരു വാഗ്ദത്തത്തെ ചുമന്നുകൊണ്ട് വന്ന യേശു ആ വാഗ്ദത്തത്തെ മുറുകെ പിടിച്ചതുകൊണ്ട് 3 ദിവസത്തെ സൈലന്റ് പീരീഡിന് ശേഷം അവനെ കല്ലറയ്ക്ക് വെളിയിലെടുക്കുന്ന ഒരു ആത്മാവിനെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അയച്ചെങ്കിൽ, അവനെ പുറത്തെടുക്കാൻ ഒരു പ്രസാദം തോന്നിയെങ്കിൽ, അവൻ കല്ലറയ്ക്കകത്ത് കിടന്നത് സഹിച്ചില്ലെങ്കിൽ, അവനോട് മനസ്സലിവ് തോന്നിയെങ്കിൽ, യെസ്, എബ്രായർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ പറയുന്നത് പോലെ വിശേഷതയേറിയ ഒരു വാഗ്ദത്തത്തിന്റെ നിയമം നിന്റെ നെറ്റിത്തടത്തിൽ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി പതിച്ചിട്ട് പറയുകയാണ്. ദേശത്തെ ഉയർത്തുവാനും ശൂന്യമായി കിടക്കുന്ന അവകാശങ്ങളെ കൈവശമാക്കി കൊടുപ്പാനും ബന്ധിക്കപ്പെട്ടവരോട് ഇറങ്ങിപ്പോയിക്കൊള്ളുവിൻ. ഓ ഇറങ്ങിപ്പോയിക്കൊള്ളുവിൻ. ബന്ധിക്കപ്പെട്ടവരോട് രക്തത്തിന്റെ ഉടമസ്ഥൻ പറയുന്നു, ഇറങ്ങിപ്പോയിക്കൊള്ളുവിൻ. ഈ ശക്തിയോടെ ഇറങ്ങിപ്പോയിക്കൊള്ളുവിൻ, ഈ ആത്മാവോടെ ഇറങ്ങിപ്പോയിക്കൊള്ളുവിൻ. ആരും പ്ലാറ്റ്ഫോം വിട്ട് ഇറങ്ങി ഓടരുത്. വചനം ഗ്രഹിക്കാതെ പ്ലാറ്റ്ഫോം വിട്ട് ഇറങ്ങി ഓടരുത്. ദൂത് പകുതി കേട്ട് ഇറങ്ങി ഓടരുത്. ഇറങ്ങിപ്പോയിക്കൊള്ളുവിൻ. എവിടുന്ന് ഇറങ്ങിപ്പോയിക്കൊള്ളണം? നിന്റെ തകർച്ചയിൽ നിന്ന് ഇറങ്ങു പുറത്ത് യേശുവിന്റെ നാമത്തിൽ. നിന്റെ മടുപ്പിൽ നിന്ന് ഇറങ്ങ യേശുവിന്റെ നാമത്തിൽ. നിന്റെ അവിശ്വാസത്തിൽ നിന്ന് ഇറങ്ങ യേശുവിന്റെ നാമത്തിൽ. നിന്റെ ആഭിചാരമെന്നും മന്ത്രവാദമെന്നും പറയുന്ന കെട്ടിൽ നിന്ന് ഇറങ്ങ യേശുവിന്റെ നാമത്തിൽ. നിന്റെ തകർച്ചയിൽ നിന്ന് ഇറങ്ങ യേശുവിന്റെ നാമത്തിൽ. മരണകരമായ അവസ്ഥയിൽ നിന്ന് ഇറങ്ങ യേശുവിന്റെ നാമത്തിൽ. അവിശ്വാസത്തിൽ നിന്നും അന്ധവിശ്വാസത്തിൽ നിന്നും വിഗ്രഹാരാധനയിൽ നിന്നും ഇറങ്ങ യേശുവിന്റെ നാമത്തിൽ. അടുത്ത വാക്ക് രക്ത ഉടമ്പടി ചെയ്തിരിക്കുന്നവരോട് പരിശുദ്ധാത്മാവ് പറയുകയാണ്, എന്നും അന്ധകാരത്തിൽ വെളിയിൽ വരുവിൻ. എവിടെ കിട്ടും ഇത്ര ആക്യുറേറ്റ് ആയിട്ട് സംസാരിക്കുന്ന ഒരു ദൈവം? ഈ വേർഡ് എന്റെ കയ്യിൽ വരുന്നതിനും യേശുവിന്റെ രക്തം കാരണമാണ്. എനിക്കൊരു മധ്യസ്ഥനുണ്ടെങ്കിൽ അതെന്റെ യേശു മാത്രമേ ആകാവൂ. ഒരു സിറ്റിങ്ങിന് 4-5 ലക്ഷം മേടിക്കുന്ന ഫേമസ് അഡ്വക്കേറ്റ്സ് നിങ്ങളുടെ റിലേറ്റീവ് ആയിരിക്കും, നിങ്ങളുടെ മധ്യസ്ഥനായിരിക്കും, നിങ്ങളുടെ അഡ്വക്കേറ്റ് ആയിരിക്കും. പക്ഷേ അവരെ എനിക്ക് സൗജന്യമായി നിങ്ങൾ തരാം, 4 ലക്ഷം രൂപയൊന്നും പാസ്റ്റർ കൊടുക്കണ്ട, പാസ്റ്ററുടെ മധ്യസ്ഥനായിട്ട് പാസ്റ്റർ എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ വെച്ചോ, പുള്ളി നല്ല ലീഡിങ് അഡ്വക്കേറ്റാ എന്ന് പറഞ്ഞാലും ഞാൻ പറയും, സ്നേഹത്തിനും ഉപകാരത്തിനും നന്ദി.
എനിക്ക് ഹാബേലിനേക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന എൻ്റെ മധ്യസ്ഥനാകുന്ന യേശുവിനെ മതി. ഞാനത് അനുഭവിച്ചതാ മോനെ. ഈ രക്തം ഇറങ്ങിപ്പോയി സംസാരിക്കും കേട്ടോ മോളെ. ഈ രക്തം ഇറങ്ങിപ്പോയി സംസാരിച്ച് ക്ലിയർ ആക്കി കൊടുക്കും. ഈ രക്തം ഇറങ്ങിപ്പോയി സംസാരിച്ച് ക്ലിയർ ആക്കി കൊടുക്കും. ഈ രക്തം ഇറങ്ങിപ്പോയി സംസാരിച്ച് ക്ലാരിറ്റി വരുത്തും. ഈ രക്തം ഇറങ്ങിപ്പോയി സംസാരിച്ച് നിർത്തൽ ചെയ്യിക്കും. ഇതെല്ലാം എൻ്റെ അനുഭവമാണ്. എല്ലാം എൻ്റെ അനുഭവമാണ്. ഈ രക്തം സംസാരിക്കും. ഈ വേർഡ് സംസാരിക്കും. ഈ വേർഡ് സംസാരിക്കണമെങ്കിൽ രക്തത്തിന്റെ സപ്പോർട്ട് വേണം. അത് യേശുവിന്റെ രക്തമാണ്. പ്രൈസ് ഗോഡ്. വീണ്ടും പരിശുദ്ധാത്മാവ് ഈ പ്ലാറ്റ്ഫോമിനോട്, ഈ യൂട്യൂബിലും ഈ സൂമിലും കാണുന്നവരോട് വീണ്ടും ആത്മാവ് പ്രവചിച്ചു പറയുന്നു, പ്രസാദകാലത്ത് ഞാൻ നിനക്ക് ഉത്തരമരുളി. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 49-8 അധ്യായം. പ്രസാദകാലത്ത് ഞാൻ നിനക്ക് ഉത്തരമരുളി, രക്ഷാ ദിവസത്തിൽ ഞാൻ നിന്നെ സഹായിച്ചു. പ്രസാദകാലത്ത് ഞാൻ നിനക്ക് ഉത്തരമരുളി. നിങ്ങൾ ഈ നിങ്ങൾ ഈ മീറ്റിങ്ങിന് പങ്കെടുക്കുന്നല്ലോ, നിങ്ങൾ ഈ മെസ്സേജ് കേൾക്കുന്നല്ലോ. നിങ്ങൾ തിരിച്ചറിയേണ്ട ഒരു വലിയ സത്യം എന്താന്ന് ചോദിച്ചാൽ, അന്ന് സംസാരിച്ചിട്ട് ഇന്ന് മൗനമായിരിക്കുന്ന ഒരു ദൈവമല്ല. ഞാൻ മൗനമായി പലപ്പോഴും ഇരിക്കുന്നത് കൊണ്ടും ഞാൻ മറ്റു പലരെയും കേൾക്കാൻ ശ്രമിക്കുന്നത് കൊണ്ടും അവൻ എന്നോട് ഉത്തരം അരുളുന്നില്ല എന്ന് മാത്രം. അന്ന് സംസാരിക്കുന്ന ദൈവം ഇന്ന് എൻ്റെ പല പ്രാർത്ഥനകൾക്കും സൈലന്റ് ആയിരിക്കുന്നു എന്നല്ല ഞാൻ പറയേണ്ടത്. ഞാൻ ദൈവത്തിങ്കൽ നിന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്നതിനേക്കാളും മറ്റാരിൽ നിന്നൊക്കെയോ കേൾക്കാൻ വാഞ്ചിക്കുന്നു. ട്രൈ ചെയ്ത് നോക്ക്. ഇന്നും ഈ രക്തം നമ്മളോട് സംസാരിക്കും. നിങ്ങൾക്ക് എവിടെയെങ്കിലും കാണിച്ചു തരാവോ യേശുക്രിസ്തുവിന്റെ ഒരു മുടിയെങ്കിലും, തലമുടിയെങ്കിലും ഈ ഭൂമിയിൽ ഉപേക്ഷിക്കപ്പെട്ടതായിട്ടോ എടുക്കാൻ മറന്നു വെച്ചിട്ട് പോയതായിട്ടോ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? ഇല്ല. പല പ്രവാചകന്മാരുടെയും ശരീരവും കല്ലറയും ഇന്ന് ഈ ഭൂമിയിലുണ്ട്. അവരുടെ അവശിഷ്ടങ്ങളും ഈ ഭൂമിയിലുണ്ട്. പക്ഷേ യേശുക്രിസ്തുവിന്റെ ഒരു തലമുടി പോലും ഈ ഭൂമിയിലില്ല. യേശുക്രിസ്തുവിന്റെ രക്തം ഭൂമിയിലേക്ക് ഒഴുകി. ആ രക്തം ഇന്ന് എനിക്കുണ്ട്, എന്നിലുണ്ട്. യേശുക്രിസ്തുവിന്റെ ശരീരം ഈ ഭൂമിയിൽ അടക്കി ആത്മാവ് ശരീരത്തോടെ എടുത്തോണ്ട് പോയി. യേശുക്രിസ്തുവിന്റെ പ്രാണൻ പിതാവിന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തു. യേശുക്രിസ്തുവിന്റെ ആത്മാവ് ആ രക്ത ഉടമ്പടിയാൽ കാര്യസ്ഥനായി എനിക്ക് നൽകപ്പെട്ടു. അപ്പൊ ഈ ഭൂമിയിൽ ഇന്ന് കാണാൻ കഴിയുന്ന ഒരേ ഒന്നേ ഉള്ളൂ, അത് യേശുക്രിസ്തു വാഗ്ദത്തം ചെയ്ത പരിശുദ്ധ ആത്മാവാണ്. ആ ആത്മാവിൽ എനിക്ക് നിറയാൻ കഴിയുമ്പോൾ ഈ രക്തത്തിന്റെ നിയമങ്ങളും വിശേഷതയേറിയ വാഗ്ദത്തങ്ങളും എൻ്റെ അവകാശമാണ്. ആ രക്തം ഞാൻ മുദ്രയിടുമ്പോഴല്ല മുദ്രയായി പതിയുന്നത്, ഞാൻ ആ ആത്മാവിൽ നിറയുമ്പോഴേ അത് മുദ്രയായി മാറുകയാണ്. ജീസസ്. അങ്ങനെയുള്ളവരെ നോക്കി പരിശുദ്ധാത്മാവ് പറയുന്നു, പ്രസാദകാലത്ത് ഞാൻ നിനക്ക് ഉത്തരമരുളി, രക്ഷാദിവസത്തിൽ ഞാൻ നിന്നെ സഹായിച്ചു. ദേശത്തെ ഉയർത്തുവാനും ശൂന്യമായി കിടക്കുന്ന അവകാശങ്ങളെ, ഇതൊരു പ്രവചന ശബ്ദമാണ്. നിങ്ങളുടെ അവകാശങ്ങൾ, നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ അവകാശങ്ങൾ, നിങ്ങൾക്ക് ദൈവം നൽകിയ വാഗ്ദത്തങ്ങൾ, ആ വാഗ്ദത്തങ്ങൾ നഷ്ടപ്പെടുത്തുന്ന, അവകാശങ്ങൾ നഷ്ടപ്പെടുത്തുന്ന, ആ ബന്ധങ്ങളെ നഷ്ടപ്പെടുത്തുന്ന, നിങ്ങളുടെ നന്മകളെ നഷ്ടപ്പെടുത്തുന്ന നിങ്ങളുടെ അവകാശങ്ങളെ ഇന്ന് രാത്രിയിൽ തിരിച്ചു പിടിക്കാൻ പ്രസാദകാലത്ത് ഉത്തരം നൽകുന്ന കർത്താവ് നിങ്ങളെ ഇന്ന് രാത്രി ബലപ്പെടുത്തട്ടെ. ശൂന്യമായി കിടക്കുന്ന അവകാശങ്ങളെ കൈവശമാക്കി കൊടുപ്പാനും ബന്ധിക്കപ്പെട്ടവരോട് ഇറങ്ങിപ്പൊയ്ക്കൊള്ളുവിനെന്നും അന്ധകാരത്തിൽ ഇരിക്കുന്നവരോട് വെളിയിൽ വരുവിൻ എന്നും പറവാനും ഞാൻ നിന്നെ കാത്തു. പ്രൈസ് ഗോഡ്. ഞാൻ നിന്നെ കാത്തു. കർത്താവായ യേശുക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് നൽകിയിട്ട് ഒരു മനുഷ്യന് ദൈവം നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ കമ്മിറ്റ്മെന്റ് ആണ്, പ്രോമിസാണ്. ഇനി നീ അന്ധകാരത്തിൽ തുടരത്തില്ല, ഇനി നീ കെട്ടപ്പെട്ടവനായി ഇരിക്കത്തില്ല. നീ അന്ധകാരത്തിൽ തുടർന്നപ്പോൾ എനിക്ക് നിന്നോട് പ്രസാദം തോന്നി. ആർക്കൊക്കെയോ നിന്നോട്
പ്രസാദം പോയപ്പോൾ നീ അന്ധകാരത്തിനകത്തായെങ്കിൽ, ആർക്കൊക്കെയോ നീ കെട്ടപ്പെട്ടവനായിരിക്കുന്നത് ഇഷ്ടമുണ്ടായപ്പോൾ നീ കെട്ടപ്പെട്ടു പോയെങ്കിൽ, നിന്റെ അന്ധകാരവും നിന്റെ കെട്ടപ്പെട്ട അവസ്ഥയും കണ്ട് നിന്നോട് എനിക്ക് പ്രസാദം തോന്നിയിരിക്കുന്നു, നിന്നോട് എനിക്ക് മനസ്സലിഞ്ഞിരിക്കുന്നു. അങ്ങനെയുള്ളവരെ നോക്കി പരിശുദ്ധാത്മാവ് പറയുന്നു, അന്ധകാരത്തിൽ നിന്ന് പുറത്തു വരിക. യേശുവിന്റെ ആത്മാവ് ചിലരോട് പറയുന്നു, അന്ധകാരത്തിൽ നിന്ന് പുറത്തു വരിക, അന്ധകാര സ്വഭാവങ്ങളിൽ നിന്ന് പുറത്തു വരിക, കെട്ടപ്പെട്ട അവസ്ഥയിൽ നിന്ന് പുറത്തു വരിക. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടഞ്ഞിരിക്കട്ടെ. ഞാൻ നിങ്ങൾക്കായി ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ പോകുന്നു. ലൈബ്രാസ്കിയ, ഓ ആ മണ്ണുകൊണ്ടുള്ളവനെ, മണ്ണുകൊണ്ടുള്ള മനുഷ്യനെ, നിന്നിലേക്ക് ഇന്ന് രാത്രിയിൽ ആ സ്വർഗത്തിന്റെ ആത്മാവ് ഇറങ്ങി വരും. നിന്നിലേക്ക് ഇന്ന് രാത്രിയിൽ ആ സ്വർഗത്തിന്റെ ആത്മാവ് ഇറങ്ങി വരും. മണ്ണുകൊണ്ടുള്ള മന്ദിരങ്ങളോട് തോന്നാത്തൊരു മനസ്സലിവ്. യെരൂശലേമിന്റെ വലിയൊരാലയത്തെ ശിഷ്യന്മാർ ചൂണ്ടിക്കാണിച്ചപ്പോഴും യേശു പറഞ്ഞു, എടാ കൊച്ചനെ, കല്ലിന്മേൽ കല്ലിതിന്മേൽ ശേഷിക്കത്തില്ല, കല്ലിന്മേൽ കല്ല് ശേഷിക്കത്തില്ല. പക്ഷെ മണ്ണുകൊണ്ടുള്ള മനുഷ്യനെ നോക്കിയിട്ട് പറഞ്ഞു, ഇവൻ മരിച്ചാലും ഉയർത്തെഴുന്നേൽക്കും. പ്രൈസ് ഗോഡ്. മരിച്ചാലും ഉയർത്തെഴുന്നേൽക്കും. ഇന്നങ്ങനെ മണ്ണുകൊണ്ടുള്ള ചില ശരീരങ്ങളിലേക്ക്, അന്ധകാരത്തിനകത്ത് അടിമപ്പെട്ടുപോയ, കെട്ടപ്പെട്ടുപോയ, വാഗ്ദത്തങ്ങൾ കെട്ടപ്പെട്ടുപോയ മണ്ണുകൊണ്ടുള്ള ശരീരങ്ങളിലേക്ക് ഇന്ന് രാത്രിയിൽ യേശുവിന്റെ ആത്മാവ് പ്രവേശിക്കുന്നൊരു രാത്രിയാണ്. റസ്മാനില ഡൗഷ്കിയാലബ. ഓ, ഞാൻ കാണുന്നു ചിലരെ ആത്മാവ് പറയുന്നതിന് മുന്നേ സ്പർശിക്കുന്നത് ഞാൻ കാണുന്നു. പരിശുദ്ധാത്മാവ് പറയുന്നതിന് മുന്നേ സ്പർശിക്കുന്നത് ഞാൻ കാണുന്നു. ഇന്ന് രാത്രിയിൽ ആ മണ്ണുകൊണ്ടുള്ള ശരീരത്തിലേക്ക് ഈ ആത്മാവ് നിങ്ങളുടെ മേൽ വന്നാലുള്ള പ്രത്യേകത, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 49:8 നിങ്ങളുടെ ജീവിതത്തിൽ ആക്ടിവേഷൻ ആകും. അന്ധകാരത്തിലിരിക്കുന്നവൻ പുറത്തു വരും, കെട്ടപ്പെട്ടിരിക്കുന്നവന്റെ കെട്ടുപൊട്ടും, തകർന്നിരിക്കുന്നത് പണിയപ്പെടും. ഇതെല്ലാം ഈ ആത്മാവിന്റെ ക്വാളിറ്റീസ് ആണ്. കർത്താവ് ഇന്ന് രാത്രിയിൽ അങ്ങനെ തകർന്നിരിക്കുന്നവരിലേക്ക് അങ്ങയുടെ ആത്മാവിനെ പകരണമേ. ക്ഷമിക്കരുത്, ശ്വാസത്തിൽ മടുത്തു പോകരുത്, സങ്കടപ്പെടരുത്, ശ്വാസത്തിൽ ക്ഷീണിക്കരുത്. ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ എന്ന് പറഞ്ഞ യേശുവിന്റെ ആത്മാവ് ഇന്ന് രാത്രി ആ വചനത്താൽ നിന്നോട് സംസാരിക്കുന്നു. ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 11-ാമത്തെ അധ്യായത്തിലൂടെ ആത്മാവ് ചിലരെ ബലപ്പെടുത്തുന്നു. ദൈവത്തിൽ വിശ്വസിപ്പിൻ, യേശുവാകുന്ന എന്നിലും വിശ്വസിപ്പിൻ. മണ്ണുകൊണ്ടുണ്ടാക്കിയ നിന്നെ എല്ലാവരും ആക്ഷേപിക്കുമ്പോഴും ഈ ഭൂമിയിലെ ഏറ്റവും വിലയേറിയതും മാന്യനുമായി മണ്ണുകൊണ്ടുണ്ടാക്കിയ മനുഷ്യ, നിന്നെ ദൈവം സ്നേഹിക്കുന്നു. യേശു നിന്നെ സ്നേഹിക്കുന്നു. അതിന്റെ തെളിവാണ് എബ്രായർക്ക് എഴുതിയ ലേഖനം 8-ാമത്തെ വാക്യം തരുന്നത്. അവന്റെ രക്തം കൊടുത്തിട്ടുള്ള ശേഷതയേറിയതായ വാഗ്ദത്തം. പ്രൈസ് ഗോഡ്. കണ്ണുകൾ അടയ്ക്കാം. പിതാവേ, ഞാൻ ഈ ജനത്തിനായി പ്രാർത്ഥിക്കുന്നു. ഈ മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യുന്ന ഓരോ ജനത്തെയും ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഇവരെ കർത്താവ് അനുഗ്രഹിക്കണം. സകലവിധമായ വാഗ്ദത്തങ്ങളാലും ആത്മാവിനാലും, സകലവിധമായ വാഗ്ദത്തങ്ങളാലും ദൈവത്തിന്റെ ആത്മാവാലും ദൈവം ഇന്ന് കേട്ട വചനത്തെ ഇവരുടെ ജീവിതത്തിൽ ഉറപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിൽ രോഗികളായിട്ടുള്ളവർ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ബന്ധിക്കപ്പെട്ടിരിക്കുന്നവർ ഇന്ന് പുറത്തു വന്നതിനായി സ്തോത്രം. അന്ധകാരത്തിലിരിക്കുന്നവർ ഇന്ന് വിടുവിക്കപ്പെട്ടതിനായി നന്ദി. എല്ലാ മഹത്വവും അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.